യെസ്. എന്താണ് ഈ ഒരു പോർഷൻ വിട്ടുപോയെന്ന് അറിയത്തില്ല. ഇത് നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ലേ, റെനൈസാൻസ് അങ്ങനെയൊക്കെ. അതിനകത്ത് ഈ സാധനം ഇല്ല, ഈ ഒരു ടൈറ്റിലില്ല. നിങ്ങൾ ഒന്നുകൂടി നോക്കണേ, വേറെ ഏതെങ്കിലും പോർഷൻ മിസ്സായിട്ടുണ്ടോ എന്ന് നോക്കണം. സ്കൈലാക്കിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് രാത്രിയോ നാളെ രാവിലെയോ അപ്ലോഡ് ചെയ്യാം. കുറേ കാര്യങ്ങൾ ഈ ഒരു 1 വീക്കിൽ തന്നെ വരുന്നുണ്ട്. അതുകൊണ്ടാണ് എല്ലാത്തിനകത്തും ചെറിയ ഡിലേ ഉള്ളത്. എനിക്കറിയാം ബ്ലൂംസ് ടാക്സോണമിയും സൈക്കോളജിക്കൽ ബേസും ഒരു 2 ദിവസം നമുക്കൊന്ന് റിവൈസ് ചെയ്യണമെന്ന് എനിക്കറിയാം. ഐ വിൽ ഫൈൻഡ് ടൈം ടു ഡു ദാറ്റ്. എനിക്ക് ഇച്ചിരി സമയത്തിൻ്റെ ഒരു പ്രശ്നമുണ്ട്. ബിക്കോസ് ഇവിടെയും യൂണിവേഴ്സിറ്റിയിലും ഈ ഫാക്കൽറ്റിയൊക്കെ നാട്ടിലേക്ക്, എൻ്റെ പേഴ്സണൽ കാര്യമാണ്, എല്ലാവരും നാട്ടിലേക്ക് പോകാൻ നിൽക്കുന്നതുകൊണ്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു തിരക്കുണ്ട്. ഒരു 1 വീക്ക് ഇസ് വെരി ക്രൂഷ്യൽ ഫോർ എവ്രി വൺ. അപ്പം അതുകൊണ്ടാണ് ചില കാര്യത്തിലൊക്കെ ചെറിയ ചെറിയ ഡിലേ വരുന്നത്. ബട്ട് ഐ വിൽ ഡു ദാറ്റ്. അതേപോലെ തന്നെ മഞ്ജു മാമിനും എന്തൊക്കെയോ നിങ്ങൾക്ക് ഷി ഓൾസോ വാണ്ട്സ് ടു ഗിവ് യു സം റിവിഷൻ സെഷൻസ്. ജിതിൻ സാറിൻ്റെ എല്ലാം കഴിഞ്ഞു എന്ന് തോന്നുന്നല്ലേ റിവിഷനൊക്കെ. പിന്നെ കറണ്ട് അഫയേഴ്സ് നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് യു ആർ ഓൾ സെറ്റ് ആൻഡ് യു ആർ ഗോയിങ് ടു കം ഫസ്റ്റ്. അങ്ങനെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ. പക്ഷേ എക്സാം അതിനെക്കുറിച്ച് ആലോചിക്കുമ്പം അപ്പോൾ ഓക്കെ, നമുക്ക് നോക്കാം. സ്ക്രീൻ കാണുന്നുണ്ടോ? ഇല്ലല്ലോ. എല്ലാവരും കോൺഫിഡൻ്റ് ഒക്കെ അല്ലേ എക്സാം എഴുതാൻ? വിൽ മീറ്റ് കേട്ടോ. ഈ കാര്യങ്ങളൊക്കെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി വിൽ മീറ്റ് വണ്ടേ. എന്നാലും കോൺഫിഡൻസ് ഒക്കെ ഇല്ലേ അത്യാവശ്യം? സ്ക്രീൻ കാണുന്നില്ലേ? ഞാൻ നോട്ട്സ് ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ട് കാണുന്നില്ല. ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നോട്ട്സ് ക്ലാസ് റൂമിൽ. ബാക്കി ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ഓണായിട്ടുള്ള പഠിത്തത്തിൽ പഠിച്ച് കാണുമായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഭയങ്കര സിമ്പിളായിട്ടുള്ള ഭയങ്കര ഫണ്ണി ആയിട്ടുള്ള ഒരു എസ്സേ ആണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്, A.G. ഗാർഡനറിൻ്റെ. അപ്പം A.G. ഗാർഡനറാണ് ആൽഫ ഓഫ് ദ പ്ലോ എന്ന്, ലൈക്ക് ഹി റൈറ്റ്സ് ഇൻ ദാറ്റ് പെൻ നെയിം. ആൽഫ്രഡ് ജോർജ് ഗാർഡനർ. 1865 to 1946 ആണ് ഹിസ് ലൈഫ് പീരിയഡ്. പിന്നെ പുള്ളി കുറേ പൊളിറ്റിക്സിലുണ്ടായിരുന്നു, പിന്നെ ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ദെൻ ഹി കെയിം ഇൻ ടു റൈറ്റിംഗ്. പിന്നെ ഭയങ്കര ആൽക്കഹോളിക് ആയിട്ടുള്ളൊരു മനുഷ്യനായിരുന്നു A.G. ഗാർഡനർ. പക്ഷേ ദ വേ ഹി പുട്ട്സ് ഫോർ തിങ്സ് ത്രൂ ഹിസ് എസ്സേസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ജെൻറ്റിൽമാൻലി സ്റ്റൈലും ആ സബ്ജക്റ്റ് മാറ്ററും ഒക്കെ അങ്ങനത്താണ്. ഇപ്പം നമ്മുടെ ഈ പർട്ടിക്കുലർ എസ്സേ തന്നെ ആണെങ്കിലും ആ ഒരു എസ്സേയുടെ ആർഗ്യുമെൻ്റ് എന്ന് പറയുന്നത് ഹൗ വി ക്യാൻ പ്രാക്ടീസ് ഇൻഡിവിജ്വൽ ലിബർട്ടി വിത്തൗട്ട് എഫക്റ്റിംഗ് ദ സോഷ്യൽ ഓർഡർ. അതാണ് ആ ഒരു എസ്സേയുടെ സബ്ജക്റ്റ് മാറ്റർ എന്ന് പറയുന്നത്. അപ്പം അങ്ങനത്തെ ഓരോ എസ്സേസിൻ്റെയും സബ്ജക്റ്റ് മാറ്റർ എടുത്ത് നോക്കിയാൽ തന്നെ ഭയങ്കര ജെൻറ്റിൽമാൻ കൈൻഡ് ഓഫ് സബ്ജക്റ്റ് മാറ്റേഴ്സും സ്റ്റൈലും ഒക്കെയാണ്. പിന്നെ പറയുന്ന കാര്യത്തിലെല്ലാം നമുക്ക് വി ഫീൽ ദാറ്റ് നമ്മളൊരു വൈകുന്നേരമൊക്കെ ഇരുന്ന് നമ്മൾ ചുമ്മാ സംസാരിക്കത്തില്ലേ ഫ്രണ്ട്സൊക്കെ ആയിട്ട്. അപ്പം വി ഫീൽ ദാറ്റ് വൺ ഓഫ് അവർ വെരി ക്ലോസ് ഫ്രണ്ട്സ് ഇസ് ടോക്കിംഗ് ടു അസ്. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് നമുക്ക് ഭയങ്കര കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു ഫ്രണ്ട് ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്രണ്ടിൻ്റെ വേ ഓഫ് പുട്ടിങ് ഫോർ തിങ്സ് ആണ് A.G. ഗാർഡനറിൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ഭയങ്കര ഈസിയാണ്. എസ്സേ എന്ന് പറഞ്ഞാൽ ഭയങ്കര ചുമ്മാ ഇരുന്ന് വായിച്ച് നോക്കിയാലും മനസ്സിലാവുന്ന എസ്സേ ആണ്. ദർ ഇസ് നത്തിങ് ടു എക്സ്പ്ലെയിൻ. പിന്നെ ആളുടെ ഫേമസ് വർക്ക്സ് എന്ന് പറയുന്നത് ഈ 4 വർക്ക് ഒന്ന് ഓർത്ത് വെക്കണം. മെനി ഫറോസ് ആൻഡ് പ്രോഫിറ്റ്സ്, പ്രീസ്റ്റ് ആൻഡ് കിങ്സ്, പെബിൾസ് ഓൺ ദ ഷോർ ആൻഡ് ലീവ്സ് ഇൻ ദ വിൻഡ്. അതിൽ ലീവ്സ് ഇൻ ദ വിൻഡ് എന്ന് പറയുന്ന കമ്പൈലേഷനിലാണ് നമ്മുടെ ഈ ഒരു എസ്സേ അപ്പിയർ ചെയ്യുന്നത്. ഞാൻ നിങ്ങൾക്ക് ഒരു ലേറ്റർ റീഡിങ്ങിന് വേണ്ടി ഐ ഗിവ് യു ആൽഫ്രഡ് ഗാർഡനറിൻ്റെ ഒരു ടെക്സ്റ്റ് ഞാൻ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യാം ക്ലാസ് റൂമിൽ. ലേറ്റർ ആഫ്റ്റർ ദ എക്സാം നിങ്ങൾ റിലാക്സ് ചെയ്ത് ചുമ്മാ വായിച്ച് നോക്കണം. ഇറ്റ്സ് റിയലി നൈസ് ടു റീഡ് ദീസ് എസ്സേസ് കേട്ടോ. പലതും കാലിക പ്രസക്തി ഉള്ളതല്ല, അതായത് ഇപ്പോഴത്തെ കോണ്ടെക്സ്റ്റിലുള്ള കാര്യങ്ങളല്ല. നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ എസ്സേ വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും. അതായത് ഇപ്പം തിങ്സ് ഹവ് ചേഞ്ച്ഡ് എ ലോട്ട്. ദിസ് വാസ് റിട്ടൺ ലോങ് ബാക്ക്, ഓൾമോസ്റ്റ് ഒരു 50-60 ഇയേഴ്സ് കഴിഞ്ഞു എസ്സേ കഴിഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ ആ എസ്സേയിലുണ്ട്. ബട്ട് ദെൻ ഇറ്റ്സ് സ്റ്റിൽ വെരി ഇൻട്രസ്റ്റിംഗ് ടു റീഡ്. അതിനകത്ത് കുറേ കാര്യങ്ങൾ നമുക്ക് രസമായിട്ട് നമുക്ക് ആലോചിക്കാനുണ്ട്. ദെർ ആർ തിങ്സ് ദാറ്റ് വി ക്യാൻ പോണ്ടർ ഓവർ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ള എസ്സേസാണ്. പിന്നെ സൊസൈറ്റൽ റെസ്പോൺസിബിലിറ്റീസിനെ കുറിച്ച് പറയുന്ന 2-3 എസ്സേ എന്ന് പറയുന്നത് ഓൺ ഹാബിറ്റ്സ്, ഓൺ ബീങ് ടൈഡി, ഓൺ ടോക്ക് ആൻഡ് ടോക്കേഴ്സ് ആൻഡ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്. അപ്പം ഈ എസ്സേസ് ഒക്കെ ഗാർഡനറിൻ്റെ ആണെന്ന് ഒന്ന് ഓർത്ത് വെക്കണം.
ഓൺ ഹാബിറ്റ്സ്. ഈ ഓൺ ഹാബിറ്റ്സ് ഒക്കെ പല യൂണിവേഴ്സിറ്റീസിൻ്റെയും UGക്ക് പ്രിസ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണ്. ഓൺ ഹാബിറ്റ്സ്, ഓൺ ബീങ് ടൈഡി, ഓൺ ടോക്ക് ആൻഡ് ടോക്കേഴ്സ്. ഇപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഓക്കെ ദിസ് മസ്റ്റ് ബി റിട്ടൺ ബൈ AG ഗാർഡനർ. ആൻഡ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്. ഓക്കെ, കേരള യൂണിവേഴ്സിറ്റിയിലെ കുട്ടികൾ ഇത് ഡിഗ്രിക്ക് തന്നെ പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഈവൻ ഐ തിങ്ക് ICSE CBSEയിൽ പഠിച്ച കുട്ടികൾ മസ്റ്റ് ഹാവ് സ്റ്റഡീഡ് ദിസ് എസ്സേ ഇൻ ദെയർ സ്കൂൾ ടൈം ഇറ്റ് സെൽഫ്. എനിക്ക് തോന്നുന്നത് ജനറൽ ഇംഗ്ലീഷിനൊരു കളക്ഷൻ ഓഫ് എസ്സേസിൻ്റെ ഒരു ബുക്ക് എന്തുണ്ടായിരുന്നു, അതിനകത്ത് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ് ഉണ്ടായിരുന്നു. ആൻഡ് ഫോർ 11th or 12th ഒക്കെ പഠിച്ചിട്ടുള്ള ഭയങ്കര ഫെമിലിയർ ആയിട്ടുള്ളൊരു എസ്സേ ആണ് ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്. ഓക്കെ, സോ ദിസ് വാസ് ഇൻക്ലൂഡഡ് ഇൻ ഗാർഡനേഴ്സ് കമ്പൈലേഷൻ ടൈറ്റിൽഡ് ലീവ്സ് ഇൻ ദ വിൻഡ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. ആൻഡ് ഹിസ് സ്യൂഡോനിം വാസ് ആൽഫ ഓഫ് ദ ബ്ലോ. അപ്പോൾ ഞാൻ ഈ എസ്സേ ഇങ്ങനെ വായിച്ചപ്പം എനിക്കിതിനകത്ത് എങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കാമെന്ന് ഞാൻ ആലോചിച്ചപ്പം വാട്ട് ഐ ഫെൽറ്റ് ഇസ് essay is very simple. അപ്പോൾ ഒന്നെങ്കിൽ അതിനകത്തുള്ള വേർഡ് മീനിങ്സ് ഒക്കെ ചോദിച്ചിട്ട് വാട്ട് എക്സാക്ട്ലി ഡസ് ദ വേർഡ് മീൻ എന്നുള്ളത് ചോദിക്കാം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ബേസിക് ആയിട്ടുള്ള ആരുടെ സ്യൂഡനിമാണ് ആൽഫ ഓഫ് ദ ഫ്ലോ, അല്ലെങ്കിൽ അങ്ങനത്തെ കുറച്ച് ബേസിക് സാധനം. പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ലെവൽ ക്വസ്റ്റ്യൻ ഒന്നും ഇതിനകത്ത് ചോദിക്കാനില്ല. പിന്നെ ഇതിനകത്ത് ആൾ കുറച്ച് ഇൻസ്റ്റൻസസ് ഒക്കെ എടുത്ത് പറയുന്നുണ്ട്. ഇപ്പം ഒരു സ്റ്റൗട്ട് ലേഡിയുടെ എക്സാമ്പിൾ, അല്ലെങ്കിൽ ആൾ ട്രെയിനിൽ എന്താണ് യാത്ര ചെയ്തപ്പോൾ വാട്ട് ഹി എക്സ്പീരിയൻസ്ഡ്. അപ്പം അങ്ങനെ 3-4 എക്സാമ്പിൾസ് തന്നിട്ട് ഇതിലേതാണ് എസ്സേയിൽ ഇല്ലാത്തത് അങ്ങനെ ചോദിക്കാം. അങ്ങനെയൊക്കെ ഇതിനകത്ത് ചോദിക്കാനുള്ളൂ, അല്ലാണ്ട് വേറെ വലിയ നിലവാരത്തിലുള്ള ചോദ്യങ്ങളൊന്നും ഇതിന് ചോദിക്കില്ല കേട്ടോ. ജസ്റ്റ് വീൽ ഗോ ത്രൂ ദ എസ്സേ ഫുള്ള് വായിച്ചിട്ട് വീൽ കം ബാക്ക് ടു ദ നോട്ട്സ്. ഓക്കെ, മൈ കമ്പ്യൂട്ടർ ഇസ് എ ലിറ്റിൽ സ്ലോ, നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം കേട്ടോ. അപ്പം ഇതാണ് എസ്സേ ഓൺ ദ റൂൾ ഓഫ് ദ റോഡ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? ദിസ് ഇസ് ദ മാക്സിമം. എനിക്ക് ഇനി വലുതാക്കാൻ പറ്റും നോക്കാം. കാണാൻ പറ്റുന്നുണ്ടോ? ഇനി വലുതാക്കിയ സൈഡ് നിങ്ങൾക്ക് മിസ്സാവും. അപ്പോൾ എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? ദാറ്റ് വാസ് എ ജോളി സ്റ്റോറി വിച്ച് മിസ്റ്റർ ആദർ റാൻസം ടോൾഡ് ദ അതർ ഡേ ഇൻ വൺ ഓഫ് ഹിസ് മെസ്സേജസ് ഫ്രം പെട്രോഗ്രാഡ്. അപ്പോൾ എന്താണ് ദ മെസ്സേജ്? എ സ്റ്റൗട്ട് ഓൾഡ് ലേഡി വാസ് വാക്കിംഗ് വിത്ത് എ ബാസ്കറ്റ് ഡൗൺ ദ മിഡിൽ ഓഫ് എ സ്ട്രീറ്റ് ഇൻ പെട്രോഗ്രാഡ് ടു ദ ഗ്രേറ്റ് കൺഫ്യൂഷൻ ഓഫ് ദ ട്രാഫിക് വിത്ത് നോ സ്മോൾ പെറിൽ ടു ഹെർസെൽഫ്. അപ്പോൾ ഒരു സ്റ്റൗട്ട് ഓൾഡ് ഫാറ്റ് ലേഡി അവരവരുടെ ബാസ്കറ്റുമായിട്ട് റഷ്യയിലെ ഒരു സ്ട്രീറ്റാണ് പെട്രോഗ്രാഡ് എന്ന് പറയുന്നത്. നമ്മുടെ സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്, അതാണ് ഇപ്പോൾ അതിൻ്റെ പേര്. ഇടയ്ക്ക് അത് ലെനിൻഗ്രാഡ് എന്നായിരുന്നു ഇടയ്ക്ക് അതിൻ്റെ പേര്. നൗ ഇറ്റ്സ് സെയിൻറ്റ് പീറ്റേഴ്സ്ബർഗ്. അപ്പം റഷ്യയിലെ ഒരു റഷ്യയിലെ ഒരു പ്ലേസാണ് പെട്രോഗ്രാഡ്. അപ്പം അവർ ഇത്രയും ബിസി സ്ട്രീറ്റിൻ്റെ ഇടയിൽ കൂടെ അവർ കൂളായിട്ട് നടന്നു പോവാണ്, ഒന്നും നോക്കുന്നില്ല, അവർക്കൊന്നും പറ്റുന്നില്ല. പക്ഷേ ഷീ ഈസ് ക്രിയേറ്റിംഗ് എ ഹ്യൂജ് ട്രാഫിക് ബ്ലോക്ക് ഓവർ ദെയർ. അപ്പം ഇറ്റ് വാസ് പോയിൻറ്റഡ് ഔട്ട് ടു ഹെർ ദാറ്റ് ദ പേയ്മെൻറ്റ് വാസ് എ പ്ലേസ് ഫോർ ഫുഡ് പാസഞ്ചേഴ്സ്. അപ്പം നടന്നു പോകേണ്ടവർ ഫുഡ് പാത്തിലൂടെയാണ് നടന്നു പോകേണ്ടത്. പേയ്മെൻറ്റ് ഇസ് എ പ്ലേസ്. അപ്പം ദെൻ ഷീ റിപ്ലൈഡ്, ഐ ആം ഗോയിങ് ടു വാക്ക് വേർ ഐ ലൈക്ക്, വി ഹാവ് ഗോട്ട് ലിബർട്ടി നൗ. ഞങ്ങൾക്കിപ്പോൾ ഫ്രീഡം ഉണ്ട്, അപ്പം എനിക്ക് ഇഷ്ടമുള്ളിടത്ത് നടക്കും. It did not occur to the dear old lady that if liberty entitled the foot passenger to walk down the middle of the road, it also entitled the cab driver to drive on the pavement. അപ്പം ഇപ്പം ഇവർക്ക് ഫ്രീഡം ഉണ്ട്, ഓക്കെ ഷീ ഈസ് ഗോയിങ് ടു വാക്ക് വേർ എവർ ഷീ ലൈക്സ്. അങ്ങനെ ഈ ഫുഡ് പാസഞ്ചേഴ്സ്, അതായത് പെഡസ്ട്രിയൻസ്, ഇഫ് ദേ ആർ ഗോയിങ് ടു വാക്ക് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ് എന്ത് പറ്റും? അങ്ങനെയാണെങ്കിൽ ഈക്വൽ ലിബർട്ടി തന്നെ ആർക്കും ഉണ്ട്. ദോസ് ഹു ആർ ഡ്രൈവിംഗ് കാർസ് ആൻഡ് വെഹിക്കിൾസ്, ദേ വിൽ സ്റ്റാർട്ട് ഡ്രൈവിംഗ് ഓൺ ദ ഫുഡ് പാത്ത്. അപ്പം ഇറ്റ് വിൽ ബി കംപ്ലീറ്റ് മെസ്സായിരിക്കും അല്ലേ? ആൻഡ് ദാറ്റ് ദ എൻഡ് ഓഫ് സച്ച് ലിബർട്ടി വുഡ് ബി യൂണിവേഴ്സൽ കെയോസ്, കംപ്ലീറ്റ് അനാർക്കി ആയിരിക്കും പിന്നെ ഉണ്ടാവുക. ആൻഡ് എൻഡ് ഓഫ് അപ്പോൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓക്കെ ഞങ്ങൾക്ക് എല്ലാവർക്കും ലിബർട്ടി ഉണ്ട്, ഞങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഞങ്ങൾ ഈ ലിബർട്ടി എക്സസൈസ് ചെയ്യും എന്ന് പറഞ്ഞ് തുടങ്ങിയാൽ ആർക്കും ലിബർട്ടി എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഇറ്റ് വിൽ ബി സോഷ്യൽ അനാർക്കി. Everybody would be getting in everybody else's way and nobody would get anywhere. അപ്പം എല്ലാവരും ഈച്ച് അതറിൻ്റെ വേയിൽ കയറി പോയി ആരും എവിടെ എത്താത്തൊരവസ്ഥ വരും. ആർക്കും ലിബർട്ടി എക്സസൈസ് ചെയ്യാൻ പറ്റില്ല. ഇൻഡിവിജ്വൽ ലിബർട്ടി വുഡ് ഹാവ് ബിക്കം സോഷ്യൽ അനാർക്കി. അപ്പം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇൻഡിവിജ്വൽ ലിബർട്ടി എക്സസൈസ് ചെയ്യാൻ തുടങ്ങിയാൽ വാട്ട് വിൽ ഹാപ്പൻ? ദ റിസൾട്ട് വിൽ ബി എ കംപ്ലീറ്റ് കെയോസ്. സോഷ്യൽ അനാർക്കി വിൽ ബി ദ റിസൾട്ട്. Now there is a danger of the world getting liberty drunk in these days, like the old lady with the basket, and it is just as well to remind ourselves of what the rule of the road means. അപ്പോൾ ഇപ്പോൾ എല്ലാവരും എവ്രിബഡി ഈസ് ലിബർട്ടി ഡ്രങ്ക്. എല്ലാവർക്കും ഈ ഒരു എന്താണ്, എനിക്ക് എൻ്റെ സ്വാതന്ത്ര്യമാണെന്നുള്ളൊരു ഒരു മത്ത് പിടിച്ച അവസ്ഥയാണ്. ദേ ആർ ലിബർട്ടി ഡ്രങ്ക്.
അപ്പോൾ എല്ലാവരും ഈ ഒരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോൾ ഉണ്ട്. സോ അതുകൊണ്ട് he thinks that it is the right time to remind ourselves of what the rule of the road means. എന്താണ് റൂൾ ഓഫ് ദ റോഡ്, നമ്മളെ റോഡിലെ നിയമം എന്താണ് എന്നുള്ളത് എല്ലാവരും റിമൈൻഡ് ചെയ്യേണ്ടത് ഇപ്പോഴത്തെ ഒരു ആവശ്യകതയാണ്. ഇറ്റ് മീൻസ് ദാറ്റ് ഇൻ ഓർഡർ ദാറ്റ് ദ ലിബർട്ടീസ് ഓഫ് ഓൾ മേ ബി പ്രിസർവ്ഡ്, the liberties of everybody must be curtailed. Curtailed means limited അല്ലെങ്കിൽ restricted. അപ്പം എല്ലാവരുടെയും ലിബർട്ടീസ് നമുക്ക് പ്രിസർവ് ചെയ്ത് അത് എക്സസൈസബിൾ ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എവ്രിബഡീസ് ലിബർട്ടി ഷുഡ് ബി കർട്ടെയിൽഡ്. നമ്മൾ ആ സോഷ്യൽ ഓർഡർ മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ നമ്മളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യണം. അതിന് കുറേ എക്സാമ്പിൾസ് ഗാർഡനർ പറയുന്നുണ്ട്. സോ വെൻ ദ പോലീസ് മാൻ സേ അറ്റ് പിക്കാഡിലി സർക്കസ് സ്റ്റെപ്സ് ഇൻ ദ മിഡിൽ ഓഫ് ദ റോഡ്, നിങ്ങൾ സർക്കസ് കാണാൻ വരികയാണ് അല്ലെങ്കിൽ ആ ഒരു പ്ലേസ് പിക്കാഡിലി സർക്കസിൽ നിങ്ങൾ വണ്ടി ഓടിച്ച് വരുമ്പം പെട്ടെന്ന് പോലീസുകാർ വന്നിട്ട് കൈ കാണിക്കുന്നു. അപ്പം നിങ്ങൾക്ക് പെട്ടെന്ന് തോന്നുക ഇയാൾ ആരാണ്, ഞാനിപ്പോൾ അത്യാവശ്യമായിട്ട് അങ്ങോട്ട് പോകാൻ നിൽക്കുമ്പോഴത്തേക്ക് വന്നിട്ട് കൈ കാണിക്കാൻ നിൽക്കുന്നു എന്ന് നിങ്ങൾക്ക് തോന്നും. ഹീ ഈസ് എ സിമ്പിൾ ഓഫ് ടിറനി എന്ന് നിങ്ങൾക്ക് തോന്നും. ബട്ട് ഹീ ഈസ് നോട്ട് എ സിമ്പിൾ ഓഫ് ടിറനി, ബട്ട് ഹീ ഈസ് എ സിമ്പിൾ ഓഫ് ലിബർട്ടി. ബട്ട് നിങ്ങൾ ആ ഒരു സിറ്റുവേഷനിൽ യു വിൽ നോട്ട് തിങ്ക് സോ. യു മേ ബീയിങ് ഇൻ എ ഹറി ആൻഡ് സീയിങ് യുവർ മോട്ടോർ കാർ പുൾഡ് അപ്പ് ബൈ ദിസ് ഇൻസോളൻസ് ഓഫ് ഓഫീസ്. അയാളുടെ ഒരു ഇൻസോളൻസ് മീൻസ് എന്താണ്? ധാർഷ്ട്യം, ആ ഒരു റൂഡ്നെസ്. അപ്പം യു മേ ബീയിങ് ഇൻ എ ഹറി ആൻഡ് സീയിങ് യുവർ മോട്ടോർ കാർ പുൾഡ് അപ്പ് ബൈ ദിസ് ഇൻസോളൻസ് ഓഫ് ഓഫീസ് ഫീൽ ദാറ്റ് യുവർ ലിബർട്ടി ഹാസ് ബീൻ ഔട്ട്റേജ്. നിങ്ങൾക്ക് പെട്ടെന്ന് ആ ഒരു മൊമെൻറ്റിൽ നിങ്ങൾ എന്തോ ഒരു വേഗത്തിൽ എവിടെയോ പോകാൻ നിൽക്കുന്നു, ഇപ്പം ഇയാൾ അധികാര ധാർഷ്ട്യം കാണിച്ചു എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷേ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹൗ ഡെയർ ദിസ് ഫെലോ ഇൻ്റർഫിയർ വിത്ത് യുവർ ഫ്രീ യൂസ് ഓഫ് ദ പബ്ലിക് ഹൈവേ? ഞാൻ റോഡിൽ കൂടെ അല്ലേ പോകുന്നത്, ഇയാൾ എന്തിനാണ് എന്നെ ഇപ്പോൾ ഇവിടെ പിടിച്ചു നിർത്തുന്നത്? പബ്ലിക് ഹൈവേയിലൂടെ എനിക്ക് പോകാനുള്ള ഫ്രീഡം ഉണ്ട്. യെസ് ഉണ്ട്. ദെൻ ഇഫ് യു ആർ എ റീസണബിൾ പേഴ്സൺ, നിങ്ങളൊരു റീസണബിൾ ആയിട്ടുള്ള മനുഷ്യനാണെങ്കിൽ എങ്ങനെ നിങ്ങൾ ആലോചിക്കും? യു വിൽ റിഫ്ലക്ട് ദാറ്റ് ഇഫ് ഹി ഡിഡ് നോട്ട് സ്റ്റോപ്പ് യു ദെയർ ഇൻസിഡൻ്റലി ഇൻ്റർഫിയർ വിത്ത് യു, ഹീ വുഡ് ഇൻ്റർഫിയർ വിത്ത് നോ വൺ. അയാളിപ്പോൾ നിങ്ങളോട് ആ ഒരു പൊസിഷനിൽ നിങ്ങൾ കൈ കാണിച്ച് നിങ്ങളെ ഇൻ്റർഫിയർ ചെയ്ത് അവിടെ നിർത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അയാൾ വേറെ ആരെയും നിർത്താൻ പോകുന്നില്ല. അപ്പോൾ എന്ത് പറ്റും? ദ റിസൾട്ട് വുഡ് ബി ദാറ്റ് പിക്കാഡിലി സർക്കസ് വുഡ് ബി എ മെയിൽ സ്ട്രോം ദാറ്റ് യു വുഡ് നെവർ ക്രോസ് അറ്റ് ഓൾ. അപ്പം നിങ്ങളെ അവിടെ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് സംഹൗ ഹി കുഡ് മാനേജ് ദ ട്രാഫിക് അല്ലേ. അപ്പം അങ്ങനെ പോലീസ് ചെയ്തില്ലായിരുന്നെങ്കിൽ എന്ത് പറ്റിയേനെ? നിങ്ങൾ ഒരു കാലത്തും പിക്കാഡിലി സർക്കസ് ക്രോസ് ചെയ്യാൻ പോകുന്നില്ലായിരുന്നു. ഇവിടെ അബിന മെയിൽ സ്ട്രോം എന്ന് എന്താണ്? വേൾപൂൾ. നമുക്ക് ഒരിക്കലും നീന്തി കടക്കാൻ പറ്റാത്ത ഒരു ചുഴി പോലെ ആയിപ്പോയേനെ പിക്കാഡിലി സർക്കസ്. അപ്പോൾ ഇറ്റ്സ് ആക്ച്വലി എ ഗുഡ് തിങ് ദാറ്റ് ദ പോലീസ് സ്റ്റോപ്ഡ് യു ദെയർ ഫോർ എ വൈൽ അല്ലേ. നൗ you have submitted to a curtailment of private liberty in order that you may enjoy a social order which makes a liberty a reality. Yes. അപ്പം നിങ്ങളുടെ പ്രൈവറ്റ് ലിബർട്ടി വാസ് curtailed, was restricted, was limited at that point. Why was it restricted? Because so that you may enjoy a social order which makes your liberty a reality. എപ്പോഴും നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടി എക്സസൈസ് ചെയ്യാൻ പറ്റുന്ന എപ്പോഴാണ്? വെൻ ദർ ഇസ് എ പ്രോപ്പർ സോഷ്യൽ ഓർഡർ. നല്ല അല്ലെങ്കിൽ ഒരു അനാർക്കിക് ആയിട്ടുള്ള സൊസൈറ്റിയിൽ വി വിൽ നെവർ ബി ഏബിൾ ടു എക്സസൈസ് ആ ലിബർട്ടീസ്, ഇൻഡിവിജ്വൽ ലിബർട്ടീസ്. അപ്പം ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടീസ് എക്സസൈസ് ചെയ്യാൻ പറ്റുക. അപ്പം നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഒരു റിയാലിറ്റി ആവുന്നത് വെൻ ദർ ഇസ് സോഷ്യൽ ഓർഡർ. അപ്പം ആ സോഷ്യൽ ഓർഡറിന് വേണ്ടി നിങ്ങൾ ചെറുതായിട്ട് നിങ്ങളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്തു, അത്രേ ഉള്ളൂ. അപ്പം ഇറ്റ്സ് എ ഗുഡ് തിങ് ദാറ്റ് ദ പോലീസ്മാൻ സ്റ്റോപ്പ് യു ദെയർ. എന്നിട്ട് വീണ്ടും ഗാർഡനർ പറയുകയാണ്, ലിബർട്ടി ഈസ് നോട്ട് എ പേഴ്സണൽ അഫെയർ ഓൺലി ബട്ട് ഇറ്റ്സ് എ സോഷ്യൽ കോൺട്രാക്ട്. ഇത് നമ്മളെ മാത്രം ബാധിക്കുന്നൊരു കാര്യമല്ല ലിബർട്ടി എന്ന് പറഞ്ഞാൽ. ഇറ്റ്സ് എ സോഷ്യൽ കോൺട്രാക്ട്. അതൊരു എഗ്രിമെൻ്റ് ആണ് വിത്ത് ദ സൊസൈറ്റി. ഇറ്റ് ഈസ് എൻ അക്കോമഡേഷൻ ഓഫ് ഇൻട്രസ്റ്റ്. എല്ലാവരുടെയും ഇൻട്രസ്റ്റുകൾ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് കൈൻഡ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ആണ് ലിബർട്ടി എന്ന് പറയുന്ന കോൺസെപ്റ്റ്. ഇൻ മാറ്റേഴ്സ് വിച്ച് ഡു നോട്ട് ടച്ച് എനിബഡി എൽസസ് ലിബർട്ടി ഓഫ് കോഴ്സ് ഐ മേ ബി ആസ് ഫ്രീ ആസ് എ ലൈക്ക്. വേറെ ആരെയും ബാധിക്കാത്ത കാര്യം, ഇൻ മാറ്റേഴ്സ് ദാറ്റ് ഡോണ്ട് അഫക്റ്റ് എനിബഡി ഐ ക്യാൻ ഡു ഇൻ എനി വേ ദാറ്റ് ഐ വാണ്ട്. എനിക്കത് എന്ത് രീതിയിൽ വേണമെങ്കിലും എൻ്റെ ലിബർട്ടി എക്സസൈസ് ചെയ്യാം. ഇതിനാണ് എക്സാമ്പിൾസ് പറയുന്നുണ്ട്. ഇഫ് ഐ ചൂസ് ടു ഗോ ഡൗൺ ദ സ്ട്രാൻഡ് ഇൻ എ ഡ്രസ്സിങ് ഗൗൺ, അപ്പോൾ ഞാൻ സ്ട്രാൻഡിലൂടെ ഒരു ഡ്രസ്സിങ് ഗൗൺ ഇട്ട് വീട്ടിലിടുന്ന ഡ്രസ്സ് ഇട്ട് ഞാൻ പോവുകയാണെങ്കിൽ ആരെയും ബാധിക്കുന്നില്ല. വിത്ത് ലോങ് ഹെയർ ആൻഡ് ബെയർ ഫീറ്റ് ഹു ഷൽ സേ മീ നെയിം. ഈ സാധനം നമ്മൾ കേരളത്തിലൊക്കെ എക്സസൈസ് ചെയ്യുന്നൊരു സാധനമാണ്. രാവിലെ നൈറ്റൊക്കെ ഇട്ട് മുടിയൊക്കെ അയച്ചിട്ട് ഫ്രീ ആയിട്ട് മീൻ വാങ്ങി ഇറങ്ങി പോകുന്ന സ്ത്രീകൾ നമ്മുടെ നാട്ടിൽ സാധാരണമാണ്. നമുക്കത് എന്താ ഇത്ര പറയാനെന്ന് തോന്നും. പക്ഷേ ഇൻ ഇംഗ്ലണ്ട് ആൻഡ് ഓൾ ഇറ്റ്സ് നോട്ട് കോമൺ. അത് ഭയങ്കര അവരുടെ ഡ്രസ്സിങ്ങിനും അവരുടെ ദ വേ ദേ പ്രസൻറ്റ് ദംസെൽസിനൊക്കെ ഭയങ്കര ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആളുകളാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് എ റിയലി കോമൺ സൈറ്റ് ദാറ്റ് വി സീ സമ്മൺ ഗോയിങ് ഔട്ട് ഇൻ ദ ഡ്രസ്സിങ് ഗൗൺ ആൻഡ് വിത്ത് ലോങ് ഹെയർ ആൻഡ് ബെയർ ഫീറ്റ്. അപ്പം ഞാനിപ്പോൾ അങ്ങനെ നടന്നാലും nobody can say me no. Okay, you have liberty to laugh at me. നിങ്ങൾ എന്നെ നോക്കി ചിരിക്കുമായിരിക്കും, അത് നിങ്ങളുടെ ലിബർട്ടി. യു ഹാവ് ദ ലിബർട്ടി ടു laugh at me, ബട്ട് ഐ ഓൾസോ ഹാവ് ദ ഈക്വൽ ലിബർട്ടി ടു ബി ഇൻഡിഫറെൻറ്റ് ടു യു. നിങ്ങളെ മൈൻഡ് ചെയ്യാൻ നടന്നു പോകാനുള്ള ലിബർട്ടി എനിക്കും ഉണ്ട്. അപ്പം ഇൻ ദീസ് കൈൻഡ് ഓഫ് തിങ്സ് വി ക്യാൻ എക്സസൈസ് അവർ ഫുൾ ലിബർട്ടി. And if I have a fancy for dyeing my hair or waxing my mustache or wearing a tall hat, a frock coat and sandals, or going to bed late or getting up early, I shall follow my fancy and ask no man's permission. ഇങ്ങനത്തെ എൻ്റെ ഭയങ്കര പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ എക്സസൈസ് അത് ചെയ്യാൻ വേണ്ടി എനിക്ക് ആരുടെയും പെർമിഷൻ ഒന്നും ആവശ്യമില്ല. അത് ആരെയും ബാധിക്കുന്നുമില്ല. ഏതൊക്കെ, ഇഫ് ഐ ഹാവ് എ ഫാൻസി ഫോർ ഡൈയിങ് മൈ ഹെയർ, മുടി കളർ ചെയ്ത് ഒരു പണ്ടൊന്നും എന്താണ് മുടി ഡൈ ചെയ്ത് നടക്കുന്നത് അത്രയ്ക്കൊരു കോമൺ സാധനമല്ല. ഈവൻ നൗ നമ്മുടെ കേരളത്തിൽ ഇപ്പോഴും അല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഒരു എന്താണ് ഇപ്പം നമ്മുടെ SM കോളേജ് ജംഗ്ഷൻ്റെ അവിടെ ഒരു പെൺകുട്ടി ഒരു നല്ല പീക്കോക്ക് ബ്ലൂ ഹെയർ അല്ലെങ്കിൽ ബ്രൈറ്റ് റെഡ് കളർ ഹെയർ വെച്ച് നിന്ന് കഴിഞ്ഞാൽ എവ്രിബഡി വിൽ ലുക്ക് അറ്റ് ഹെർ, സ്റ്റെയർ അറ്റ് ഹെർ. അവളെ ഭയങ്കര അൺകംഫർട്ടബിൾ ആക്കിയിട്ട് നമ്മൾ മലയാളികൾ വിടുള്ളൂ. ദാറ്റ്സ് തിങ്. അപ്പം പക്ഷേ ലിറ്റിൽ മോർ പ്രോഗ്രസീവ് ആയിട്ടുള്ള സൊസൈറ്റീസിൽ ഡൈയിങ് ഹെയർ ഇപ്പം അത്രയ്ക്ക് ഭയങ്കര ആയിട്ടുള്ള കാര്യമല്ല. അത് ദോസ് ഡേയ്സ് ഡൈയിങ് മൈ ഹെയറും ഒക്കെ ലൈക്ക് ദോസ് വെർ അൺകോമൺ തിങ്സ് ടു സീ. ഓർ വാക്സിങ് മൈ മുസ്റ്റാഷ് വിച്ച് ഹെവൻ ഫോർബിഡ്. ഞാനൊരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് കാണർ ആദ്യമേ പറയാണ്. അല്ലെങ്കിൽ എനിക്കിപ്പം എൻ്റെ മുസ്റ്റാഷ് മുഴുവൻ വാക്സ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ ഐ വോണ്ട് ടു വെയർ എ ടോൾ ഹാറ്റ്, മറ്റേ നമ്മുടെ എന്താണ് ഈ മജീഷ്യൻസ് ഒക്കെ വെക്കുന്ന പോലെ ടോൾ ഹാറ്റ് വെക്കണമെങ്കിൽ എനിക്ക് വെക്കാം, അല്ലെങ്കിൽ എനിക്കൊരു ഫ്രോക്ക് കോട്ട് ആൻഡ് സാൻഡൽ സെറ്റ്, അതായത് ഒരു ഓവർ കോട്ടിൻ്റെ കൂടെ ഞാൻ ചപ്പലിട്ട് എനിക്ക് നടക്കണമെങ്കിൽ നടക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഐ വോണ്ട് ടു ഗോ ടു ബെഡ് ലേറ്റ് ആൻഡ് ഗെറ്റ് അപ്പ് ഏർലി, അതെല്ലാം എനിക്ക് ചെയ്യാം. ഇറ്റ് ഡസ് നോട്ട് അഫക്റ്റ് എനി വൺ. പക്ഷേ നമ്മൾ ആസ് പാരൻസ് നമ്മൾ കുട്ടികളോട് പറയും, ഓക്കെ നീ ഇന്ന് നേരത്തെ ഉറങ്ങണം, നേരത്തെ എണീക്കണം. എന്നിട്ട് ചൈൽഡ് വിൽ ആസ്ക്, ഞാൻ നേരത്തെ ഉറങ്ങിയില്ലെങ്കിൽ എന്താണ് പ്രശ്നം, ഞാൻ ലേറ്റായിട്ട് എണീറ്റോളാം. ആ സാധനമുണ്ട്. ഓഫ് കോഴ്സ് യു ഹാവ് ദി ഇൻഡിവിജ്വൽ ലിബർട്ടി ടു ഡു ദാറ്റ്. പക്ഷേ അവിടെ എല്ലാം നമ്മൾ ചെറിയൊരു കർട്ടയിലിങ് വെക്കും, നമ്മളൊന്ന് റെസ്ട്രിക്റ്റ് ചെയ്യും. ഓക്കെ, ഇപ്പം കുട്ടി കളിക്കാൻ പോകണം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയും, ഇന്നലെയും എനിക്കാന്നെല്ലാം നീ കളിക്കാൻ പോയി, അപ്പോൾ ഇന്ന് നീ കളിക്കാൻ പോകണ്ട, ജസ്റ്റ് സിറ്റ് അറ്റ് ഹോം ആൻഡ് ഡൂ സം വർക്ക് എന്ന് പറയും. പക്ഷെ നമ്മളെ ബാധിക്കുന്നില്ലല്ലോ. കുട്ടി ചോദിക്കും, ഞാൻ കളിക്കാൻ പോയ അമ്മയ്ക്ക് എന്താണ് പ്രശ്നം? യെസ്, അമ്മയ്ക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷെ എന്നാലും ദർ ഷുഡ് ബി എ സിസ്റ്റം, അല്ലേ? നമ്മൾ സിസ്റ്റമാറ്റിക് ആയിട്ട് പോകാൻ വേണ്ടിയിട്ടാണ് വി ലിമിറ്റ് ദ ലിബർട്ടി ഓഫ് ദ ചൈൽഡ്, അല്ലേ? അപ്പം അതേപോലെ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം, പക്ഷേ നമ്മളുടെ ആ ഒരു ഓർഡറിനെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. അപ്പം എനിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഐ ക്യാൻ ഫോളോ മൈ ഫാൻസി ആൻഡ് ഐ നീഡ് നോട്ട് ആസ്ക് എനി മാൻസ് പെർമിഷൻ. I shall not inquire of you whether I may eat mustard with my mutton. അത് ഭയങ്കര നമ്മുടെ നാട്ടിലെ ചാളയും മത്തിയും അലുവയും പോലത്തെ, മത്തിക്കറിയും അലുവയും പോലത്തെ കോമ്പിനേഷനാണ് അവിടുത്തെ മസ്റ്റർഡ് ആൻഡ് മട്ടൺ. അപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല ഞാൻ മട്ടണും മസ്റ്റാർഡും കൂടെ ഒന്നിച്ച് കഴിച്ചോട്ടെ എന്ന്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ ചിലപ്പം അലുവയുടെ കൂടെ മീൻചാറ് ഒഴിച്ച് കഴിക്കും, അതൊക്കെ എൻ്റെ ഇഷ്ടമാണ്. ഹു ആർ യു ടു ആസ്ക്? നിങ്ങളത് ബാധിക്കുന്നില്ലല്ലോ. ഐ മേ ലൈക്ക് മസ്റ്റർഡ് വിത്ത് മൈ മട്ടൺ ആൻഡ് യു വിൽ നോട്ട് ആസ്ക് മീ വെദർ യു മേ ബി എ പ്രൊട്ടസ്റ്റന്റ് ഓർ എ കാത്തലിക്, whether you may marry the dark lady or the fair lady, അല്ലെങ്കിൽ whether you may prefer Ella Wheeler Wilcox to Wordsworth or Champagne to Shandygaff. ഇതൊക്കെ എൻ്റെ പേഴ്സണൽ ചോയ്സാണ്. നിങ്ങൾക്ക് ഒരിക്കലും എന്നോട് ചോദിക്കാൻ പറ്റില്ല, ഓക്കെ നീ പ്രൊട്ടസ്റ്റൻ്റ് ആവാൻ പറ്റത്തില്ല, നീ കാത്തലിക് ആവണം, അങ്ങനെ പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ നീ വെളുത്ത പെണ്ണിനെ കല്യാണം കഴിക്കണം, കറുത്ത, അങ്ങനെ ഒരു സാധനം പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഞാനിപ്പം എന്താണ് എല്ല വീലർ വിൽകോക്സ് എന്ന് പറയുന്നത് ഒരു അമേരിക്കൻ റൈറ്ററാണ്, അത്രയ്ക്ക് പോപ്പുലർ ഒന്നുമല്ല. ബട്ട് ദെൻ ദർ ഇസ് ദിസ് ലൈൻ, നമ്മളെ മലയാളത്തിലൊരു പാട്ടുണ്ടല്ലോ, ചിരിക്കുമ്പോൾ കൂടെ ചിരിക്കാൻ 1000 പേർ വരും, കരയുമ്പോൾ ലൈക്ക് ഇഫ് യു ലാഫ് ദ ഹോൾ വേൾഡ് ലാഫ്സ് വിത്ത് യു ആൻഡ് വെൻ യു വീപ്പ് നോ വൺ യു വീപ്പ് എലോൺ എന്ന് പറയുന്ന ആ ഫേമസ് ലൈൻ എഴുതിയത് എല്ല വീലർ വിൽകോക്സ് ആണ് കേട്ടോ. അവരത്ര ഫേമസ് ഒന്നുമല്ല. ലൈക്ക് വേർഡ്സ് ഇപ്പം ഒരു ജനറൽ ഇതെന്ന് പറയുന്നത് വേർഡ്സ്വർത്തിനെ പ്രിഫർ ചെയ്യുന്നതാണ്. ബട്ട് ഇഫ് ഐ വാണ്ട് ടു പ്രിഫർ റീഡിങ് എല്ലാ വീലർ വിൽകോക്സ് ഐ ക്യാൻ. നിങ്ങളാരാ എന്നോട് ചോദിക്കാൻ? ഒരു ഷാമ്പെയിൻ ടു ഷാൻഡിഗാഫ്, അല്ലെങ്കിൽ ഇപ്പം എനിക്ക് ഷാമ്പെയിൻ കുടിക്കണോ, ഷാൻഡിഗാഫ് എന്ന് പറയുന്നത് ഒരു കോക്ടെയിലാണ്, ബിയറും ലെമണേഡും കൂടെ ചേർത്തുള്ളൊരു കോക്ടെയിലാണ്. അപ്പം അത് വേണമെങ്കിൽ എനിക്ക് കുടിക്കാം, അത് എൻ്റെ ചോയ്സാണ് ഏത് കുടിക്കണം എന്നുള്ളത്. നിങ്ങളാരാണ് എന്നോട് ഇത് പറയാൻ വേണ്ടിയിട്ട്? അപ്പം അതൊന്നും ആരുടെയും സോഷ്യൽ ലിബർട്ടി അഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളല്ല, വേറെ ആരെയും അത് അഫക്റ്റ് ചെയ്യുന്നില്ല.
അപ്പം അങ്ങനത്തെ ഇൻഡിവിജ്വൽ ലിബർട്ടീസ് നമുക്ക് എക്സസൈസ് ചെയ്യാം, അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. ഇൻ ഓൾ ദീസ് ആൻഡ് 1,000 അതർ ഡീറ്റെയിൽസ് യു ആൻഡ് ഐ പ്ലീസ് അവർ സെൽസ് ആൻഡ് ആസ്ക് നോ വൺസ് ലീവ്. അപ്പം ഇങ്ങനെയുള്ള ആയിരക്കണക്കിന് കാര്യങ്ങളിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം. വി നീഡ് നോട്ട് ആസ്ക് എനിബഡീസ് പെർമിഷൻ. We have a whole kingdom in which we rule alone and do what we choose, be wise or ridiculous, harsh or easy, conventional or odd. നമുക്ക് എന്ത് വേണമെങ്കിൽ ചെയ്യാം, അത് നമ്മുടെ ഫ്രീഡം ആണ്. ആ ഒരു എന്താണ്, ആ ഒരു കിങ്ഡം നമ്മൾ തന്നെയാണ് റൂൾ ചെയ്യുന്നത്. There are umpteen number of things which do not affect anybody else's liberty. But directly we step out of that kingdom, our personal liberty of action become qualified by other people's liberty. പക്ഷെ നമ്മൾ ഈ ഒരു കിങ്ഡത്തിൻ്റെ പുറത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മുടെ പേഴ്സണൽ ലിബർട്ടി ബിക്കംസ് ക്വാളിഫൈഡ് ബൈ അതർ പീപ്പിൾസ് ലിബർട്ടി. അവിടെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. മറ്റുള്ളവരുടെ ലിബർട്ടിയിൽ ഇൻ്റർഫിയർ ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ നമ്മുടെ ലിബർട്ടി എക്സസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, യാ I might like to practice on the trombone from midnight till 3 in the morning. അപ്പം അതിനൊരു എക്സാമ്പിൾ പറയുകയാണ്. സോ നിങ്ങൾക്ക് ഇതിനകത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുക. ഇപ്പം ഇതിനകത്ത് തന്നെ കണ്ടില്ലേ, ഇപ്പം ഡൈയിങ് മൈ ഹെയർ, വാക്സിങ് മസ്റ്റാഷ്, ഇങ്ങനെ കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് വളരെ ഇതിനകത്ത് ഉണ്ടാവുന്ന തോന്നാൻ സാധ്യതയുള്ള രീതിയിലൊരു എക്സാമ്പിളും കൂടി അവർ തന്നിട്ട് ഇതിനകത്ത് ഏത് എക്സാമ്പിളാണ് ഗാർഡനർ പറയാത്തത് എന്ന് ചോദിക്കാം. പിന്നെ ഈ ഒരു എക്സാമ്പിൾ എന്തിനു വേണ്ടിയാണ് പറഞ്ഞത്? ഇപ്പം നോക്കും, ഇപ്പം നമുക്ക് ഐ മൈറ്റ് ലൈക്ക് ടു പ്രാക്ടീസ് ഓൺ ദ ട്രോംബോൺ ഫ്രം മിഡ്നൈറ്റ് ടിൽ 3 in the morning. രാവിലെ 3 മണി വരെ എനിക്ക് ചെണ്ട പൊട്ടി, ട്രോംബോൺ ഇസ് എ കൈൻഡ് ഓഫ് മ്യൂസിക്കിൽ ഒരു ഡ്രം പോലത്തെ സാധനമാണ്. അപ്പോൾ അത് പഠിക്കാൻ എനിക്ക് താല്പര്യമുണ്ട്. അപ്പം ഈ ഒരു എക്സാമ്പിൾ എന്തിനു വേണ്ടിയാണ് പറയുന്നത്? ഈ എക്സാമ്പിൾ പറയുന്നത് നമ്മളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി നമ്മൾ ഏത് രീതിയിൽ റെസ്ട്രിക്റ്റ് ചെയ്യണം, ബിക്കോസ് ദിസ് അഫക്ട്സ് അനദർ പേഴ്സൺസ് ലിബർട്ടി ആസ് വെൽ. അപ്പം അങ്ങനെ കൺട്രോൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഇപ്പം ഇതാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ് ഇത്രയും കാര്യങ്ങളെന്ന് വെച്ചാൽ നമ്മുടെ കംപ്ലീറ്റ്ലി നമ്മുടെ മാത്രം ലിബർട്ടിയിൽ വരുന്ന കാര്യങ്ങളാണ്. അതേസമയം ഇവിടെ പറയുന്നത് അങ്ങനത്തെ അല്ല. അപ്പം നിങ്ങളുടെ ഒരു എസ്സേയുടെ അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ദേ കൻ ആസ്ക് യു ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ്. പക്ഷേ ഇതൊന്നും ഒട്ടും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമല്ല. ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ യു വിൽ റിമെമ്പർ, ഓക്കെ ഇത് ഇങ്ങനെ പറഞ്ഞാണല്ലോ. ഇനി നിങ്ങൾ എസ്സേ ഒന്ന് വായിച്ചിട്ടില്ലെങ്കിൽ പോലും യു വിൽ ബി ഏബിൾ ടു ആൻസർ. ഓക്കെ, now if I choose to go down the strand in a dress, ഇതെല്ലാം നമ്മൾ പറഞ്ഞല്ലോ. എവിടെയായിരുന്നു? I might like to practice on the trombone from midnight till 3 in the morning. If I went on to the top of Helvellyn to do it, I could please myself. അപ്പോൾ എനിക്ക് എന്താണ് ചെണ്ട കൊട്ടി പഠിക്കണം. അപ്പോൾ അതിന് എനിക്ക് രാത്രിയാണ് ഫ്രീ ടൈം ഉള്ളത്. ഞാൻ രാത്രി 12 മണി തൊട്ട് രാവിലെ 3 മണി വരെ ചെണ്ട പഠിക്കാൻ പോവാണ്. ഓക്കെ, സെറ്റ്, എല്ലാം പ്ലാൻ ചെയ്തു. ഞാനിപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മലയുടെ മുകളിൽ, ഇറ്റ്സ് എ നെയിം ഓഫ് എ ഹിൽ, ഓക്കെ, ഹെൽവെലിൻ. ഇഫ് ഐ വെൻറ്റ് ഓൺ ടോപ്പ് ഓഫ് ഹെൽവെലിൻ ടു ഡൂ ദാറ്റ്, ഓക്കെ, ഒരു പ്രശ്നമില്ല, ഐ കുഡ് പ്ലീസ് മൈസെൽഫ്. ബട്ട് ഇഫ് ഐ ഡൂ ഇറ്റ് ഇൻ മൈ ബെഡ്റൂം, മൈ ഫാമിലി വിൽ ഒബ്ജക്റ്റ്. ബാക്കി എല്ലാവരും ഓഫീസിൽ നിന്ന് വന്ന് പിള്ളേർ സ്കൂളിൽ നിന്നൊക്കെ വന്ന് ഉറങ്ങാൻ കിടക്കുന്ന സമയത്ത് ഞാൻ ഈ ചെണ്ട എടുത്ത് വെച്ച് പ്രാക്ടീസ് ചെയ്താൽ മൈ ഫാമിലി വിൽ ഒബ്ജക്റ്റ്. And if I do it out in the streets, the neighbors will remind me that my liberty to blow the trombone must not interfere with their liberty to sleep in quiet. അപ്പം നമുക്ക് ചെണ്ട പഠിക്കാനുള്ള ലിബർട്ടി പോലെ തന്നെ they also have the liberty to sleep peacefully, അല്ലേ? അപ്പം ഞാൻ ഓക്കെ ഫാമിലിയെ ഡിസ്റ്റർബ് ചെയ്യേണ്ടത് വെച്ചിട്ട് റോഡിലിരുന്നത് പഠിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വിൽ അഫക്റ്റ് ദെയർ സ്ലീപ്പ്. അപ്പം അത് മറ്റുള്ളൊരാളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യണം. There are a lot of people in the world and I have to accommodate my liberty to their liberties. നമ്മുടെ ലോകത്ത് നമ്മുടെ ചുറ്റും ഒരുപാട് ആളുകളുണ്ട്. അപ്പം എൻ്റെ ലിബർട്ടി അവരെ ലിബർട്ടീനെ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ ഞാനത് കർട്ടൈൽ ചെയ്ത് വേണം കാര്യങ്ങൾ നടത്താൻ. വി ആർ ഓൾ ലയബിൾ ടു ഫോർഗെറ്റ് ദിസ്. ഈ കാര്യമൊക്കെ നമുക്കറിയാം, പക്ഷേ ആസ് ഹ്യൂമൻസ് വി ആർ ഓൾ ലയബിൾ ടു ഫോർഗെറ്റ് ദിസ്. അത് ഇപ്പോഴും ഭയങ്കര എന്താണ് relevant ആയിട്ടുള്ള കാര്യമാണ്. വി ആർ ഓൾ ലയബിൾ ടു ഫോർഗെറ്റ് ദിസ് തിങ് ആൻഡ് അൺഫോർച്ചുനേറ്റ്ലി വി ആർ മച്ച് മോർ കോൺഷ്യസ് ഓഫ് ദ ഇംപെർഫെക്ഷൻസ് ഓഫ് അതേഴ്സ് ഇൻ ദിസ് റെസ്പെക്ട് ദാൻ ഓഫ് അവർ ഓൺ. അപ്പോൾ നമ്മൾ എപ്പോഴും മറ്റേ ആളുടെ കുറ്റമാണ് ആലോചിക്കുക, അല്ലെങ്കിൽ അയാളുടെ ഇംപെർഫെക്ഷൻസിനെ കുറിച്ചാണ് നമ്മൾ കൂടുതൽ അവെയർ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ ഏത് രീതിയിൽ നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി കർട്ടൈൽ ചെയ്യണം, റെസ്ട്രിക്റ്റ് ചെയ്യണം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ഓർക്കാറില്ല. വി most often we tend to forget these kind of things. Now, I go to the railway carriage at a country station the other morning and settle down for what the school boys would call an hour's swot at a blue book. അപ്പം ഇനി അടുത്ത എക്സാമ്പിൾ പറയുകയാണ്. അപ്പം നമ്മളിത് എങ്ങനെ മറന്നു പോകുന്നു എന്നുള്ളതിനെ കുറിച്ചാണ് നെക്സ്റ്റ് എക്സാമ്പിൾ പറയുന്നത്. അപ്പം എന്തിനു വേണ്ടിയാണ് ഓരോ എക്സാമ്പിൾസും പറഞ്ഞതെന്ന് നിങ്ങൾ മറന്നു പോകരുത് കേട്ടോ. ദേ കൻ ആസ്ക് യു ക്വസ്റ്റ്യൻ ലൈക്ക് ദാറ്റ്. ഇപ്പോൾ ഇതെന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചോദിക്കുള്ളൂ. അപ്പം ഞാൻ ഒരു ദിവസം സ്റ്റേഷനിൽ നിന്ന് ഐ ഗോ ടു ദ ട്രെയിൻ
അപ്പോൾ ഞാൻ എന്താണ് ഐ ചോസ് ടു റീഡ് ദിസ് ബ്ലൂ ബുക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ബുക്ക് വേറെ ഇങ്ങനത്തെ കുറേ ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ എഴുതിയിട്ടുള്ള ബുക്കാണ്. അപ്പം ഫോർ വാട്ട് ദ സ്കൂൾ ബോയ്സ് വുഡ് കോൾ ആൻ അവേഴ്സ് സോട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഭയങ്കര ബുദ്ധിമുട്ടി ടീഡിയസ് ആയിട്ടുള്ള വർക്ക് ഉണ്ടല്ലോ, അത്തരം ഒരു ജോലിയാണ് ഈ ബ്ലൂ ബുക്ക് വായിക്കുക എന്ന് പറയുന്നത്. ഐ വാസ് ഓഫ് കോഴ്സ് നോട്ട് റീഡിങ് ഇറ്റ് ഫോർ പ്ലഷർ. ഞാൻ ഒരു സന്തോഷത്തിന് വേണ്ടിയല്ല അത് വായിക്കുന്നത്. ബട്ട് ദ ട്രൂത്ത് ഇസ് ദാറ്റ് ഐ നെവർ ഡു റീഡ് ബ്ലൂ ബുക്സ് ഫോർ പ്ലഷർ. ഞാനൊരു ഇറ്റ്സ് നോട്ട് എ പ്ലഷർ കൈൻഡ് ഓഫ് റീഡിങ്. ഐ റീഡ് ദം ആസ് എ ബാരിസ്റ്റർ റീഡ്സ് എ ബ്രീഫ്. അപ്പോൾ ഒരു വക്കീൽ എങ്ങനെയാണോ കേസുകൾ വായിക്കുന്നത്, ബാരിസ്റ്റർ മീൻസ് an advocate who reads a brief for the very humble purpose of turning an honest penny out of them. അപ്പോൾ ഇത് വായിച്ചിട്ട് എനിക്ക് എന്തെങ്കിലും ഒരു ലൈവ്ലിഹുഡ് മേക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഞാനിത് വായിക്കുന്നത്. അതുവഴി എനിക്ക് എന്തെങ്കിലും കുറച്ച് വരുമാനം ഉണ്ടാക്കാൻ പറ്റുമോ, ഒരു പ്ലഷറിന് വേണ്ടിയുള്ള റീഡിങ് അല്ലാതെ. ഓക്കെ, ഐ am investing a lot of effort to read the book. Now if you are reading a book for pleasure, it doesn't matter what is going on around. അപ്പോൾ നമ്മളൊരു എന്താണ് സന്തോഷത്തിന് വേണ്ടി ഒരു ബുക്ക് വായിക്കുകയാണെങ്കിൽ അത് ചുറ്റും എന്ത് നടന്നാലും നമുക്ക് പ്രശ്നമില്ല. ഐ തിങ്ക് ഐ കുഡ് എൻജോയ് ട്രിസ്ട്രം ഷാൻഡി ഓർ ട്രഷർ ഐലൻഡ് ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് എൻ എർത്ത് ക്വേക്ക്. അപ്പം ഒരു ഭൂമി കുലുക്കത്തിൻ്റെ നടുവിലിരുന്നിട്ട് പോലും ഐ ക്യാൻ റീഡ് ട്രിസ്ട്രം ഷാൻഡിയോ ട്രഷർ ഐലൻഡോ ഒക്കെ എനിക്ക് വായിക്കാൻ പറ്റും. പക്ഷേ റൈറ്റ് നൗ ഐ എം നോട്ട് റീഡിങ് ഫോർ പ്ലഷർ. ഐ ആം റീഡിങ് ഇൻ ദ ബ്ലൂ ബുക്ക് ടു സീ ഇഫ് ഐ ക്യാൻ മേക്ക് എ പെനി ഫോർ ഔട്ട് ഓഫ് ദാറ്റ് റീഡിങ്. അതിന് വേണ്ടിയിട്ടാണ് ഞാനത് വായിക്കുന്നത്. അപ്പം ഞാൻ അത്ര എഫേർട്ട് ഇട്ട് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. But when you are reading a thing as a task, you need reasonable quiet. അപ്പം നമുക്ക് ഒരു എന്താണ് ചുറ്റും ഒരു ക്വയറ്റ് ആയ ഒരു ആംബിയൻസിൽ മാത്രമാണ് നമുക്ക് ഇങ്ങനെ നമ്മൾ എഫേർട്ട്ഫുൾ ആയിട്ടുള്ള വായന നടക്കുള്ളൂ. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ്സ് വാട്ട് മോസ്റ്റ് ഓഫ് us don't get, അല്ലേ? നമ്മുടെ വീട്ടിൽ നിന്ന് നമ്മൾ പഠിക്കാൻ ശ്രമിച്ചാലും ഒക്കെ നമുക്ക് കിട്ടാത്തത് ഈ ഒരു റീസണബിൾ ക്വയറ്റാണ്. കുറച്ചൊരു മനസ്സമാധാനം കിട്ടിയാലേ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. അത് നമുക്ക് ഒരിക്കലും കിട്ടാറില്ല. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഐ ഡിഡ്ന്റ് ഗെറ്റ്. For at the next station in came a couple of men, one of whom talked to his friend for the rest of the journey in a loud and pompous voice. അപ്പം എങ്ങനെയാണ് നമ്മുടെ ഗാർഡനറിന് ഈ ഒരു റീസണബിൾ ക്വയറ്റ് കിട്ടാതായത്? നെക്സ്റ്റ് സ്റ്റേഷൻ ആയപ്പം a group of people came and അതിൽ ഒരാൾ അയാളുടെ ഫ്രണ്ടിനോട് ഭയങ്കര ലൗഡ് ആൻഡ് പോമ്പസ് സൗണ്ടിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. He was one of those people who reminds one of that story of Horntook എന്നാണ് കേട്ടോ. He was one of those people who remind me of that story of Horntook. Horntook എന്ന് പറഞ്ഞാൽ ഒരു ബ്രിട്ടീഷ് പൊളിറ്റീഷ്യനാണ്. നമ്മുടെ നാട്ടിലെ വലിയ നേതാവൊന്നുമല്ല. അപ്പോൾ നമ്മുടെ നാട്ടിലേക്ക് സതീശൻ കഞ്ഞിക്കുഴി എന്നൊക്കെ പറയുന്ന പോലത്തെ ഒരാളാണ് Horntook. ഓക്കെ, who meeting a person of immense swagger in the street stopped him and said, "Excuse me sir, but are you someone in particular?" അപ്പോൾ അങ്ങനെ ചോദിക്കാൻ തോന്നിപ്പോകുന്ന ഒരാളാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന കക്ഷി. ആരാ, നിങ്ങൾ ആരെങ്കിലും പ്രധാനപ്പെട്ട ആരെങ്കിലും ആണോ എന്ന് നമുക്ക് തോന്നിപ്പോകും കണ്ടു കഴിഞ്ഞാൽ. അങ്ങനെ ചോദിക്കാൻ തോന്നിപ്പോകും. നമ്മളെല്ലാവരും ഇങ്ങനത്തെ ഒരാൾ എന്തായാലും ലൈഫിൽ എപ്പോഴും ട്രെയിൻ ജേർണീസിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ട്രെയിൻ ജേർണിയോ ബസ് ജേർണിയോ എന്തായാലും മറ്റേ വൈറ്റ് ആൻഡ് വൈറ്റ് കതറൊക്കെ ഇട്ട് ഭയങ്കര ഒച്ചത്തിൽ ഭയങ്കര എന്തൊക്കെയോ ഭയങ്കര രാഷ്ട്രീയവും പൊളിറ്റിക്സും ഒക്കെ ഇങ്ങനെ ഒച്ചത്തിൽ പറഞ്ഞ് നമ്മളെ ഭയങ്കരമായിട്ട് ഇറിറ്റേറ്റ് ചെയ്യുന്ന ആളുകളെ ഡെഫിനറ്റ്ലി ഒരാളെങ്കിലും നമ്മളെല്ലാവരും വി വുഡ് ഹാവ് കം അക്രോസ്. അപ്പം നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകും, എക്സ്ക്യൂസ് മീ സർ, ആർ യു സമ്മൺ ഇൻ പെർട്ടിക്കുലർ? നിങ്ങൾ വലിയ ആരെങ്കിലും ആണോ, എനിക്കറിയാത്ത വല്ല സെലിബ്രിറ്റി ആണോ എന്ന് നമുക്ക് ചോദിക്കാൻ തോന്നിപ്പോകും. So this gentleman was someone in particular. As I wrestled with clauses and sections in the blue book, his voice rose like a gale, and his family history, the deeds of his sons in the war, and his criticisms of the generals and the politicians submerged my poor attempts to hang on to my job. ഞാനിത് വായിക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടി കോൺസെൻട്രേറ്റ് ചെയ്ത് ഫോക്കസ് ഒക്കെ ഇട്ട് വായിക്കുകയാണ്. അപ്പം ഇയാളുടെ കുടുംബചരിത്രം, പിന്നെ ഇയാളുടെ മക്കളെ യുദ്ധത്തിൽ ചെയ്തത്, ആൻഡ് ഹിസ് ക്രിറ്റിസിസംസ് ഓഫ് ദ ജനറൽസ് ആൻഡ് പൊളിറ്റീഷ്യൻസ്, ഇതെല്ലാം സബ്മേർജ്ഡ് മൈ പുവർ അറ്റംപ്റ്റ്സ് ടു ഹാങ് ഓൺ ടു മൈ. അപ്പോൾ ഇയാളുടെ ഈ ഒച്ചയുടെ ഇടയിൽ എൻ്റെ ആ ഒരു അറ്റംപ്റ്റ് മുങ്ങിപ്പോയി. അതായത് അപ്പൻ്റെ 100 പവൻ്റെ ഇടയിൽ പാവം നമ്മൾ AG ഗാർഡൻ്റെ ഡയമണ്ട് നെക്ലസ് മുങ്ങിപ്പോയ അവസ്ഥയാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഐ ഷട്ട് അപ്പ് ദ ബ്ലൂ ബുക്ക്, looked out of the window and listened warily while the voice thundered on with themes like these. Now what French ought to have done, ഇപ്പോൾ ഫ്രഞ്ചുകാർ ഇങ്ങനെ ചെയ്യണമായിരുന്നു, the mistake the Germans made, ജർമ്മൻസിൻ്റെ ഏറ്റവും വലിയ മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇഫ് ഓൺലി അസ്ക്വിത് ഹാഡ്. അപ്പോൾ ഇങ്ങനെയുള്ള എന്തൊക്കെയോ പൊളിറ്റിക്കൽ ഭയങ്കര കാര്യങ്ങളൊക്കെ ഇയാളിങ്ങനെ ഒച്ചത്തിൽ പറയാണ്. പാവം നമ്മളെ ഗാർഡനർ ബുക്കും അടച്ചു വെച്ച് ജനലിൽ കൂടെ പുറത്തോട്ട് നോക്കി ഇരിപ്പായി. യു നോ ദ സോർട്ട് ഓഫ് സ്റ്റഫ്, നിങ്ങൾക്ക് അറിയാം എന്ത് കൈൻഡ് ഓഫ് സ്റ്റഫാണ് പറയുന്നത്. ഇവിടെയാണ് ഞാൻ പറഞ്ഞ ഒരു ഭയങ്കര കോൺവെർസേഷണൽ സ്റ്റൈലാണ്. നമുക്ക് ശരിക്കും നമ്മളൊരു ഫ്രണ്ടിനോട് നമ്മളിങ്ങനെ ലിസൺ ചെയ്യുന്ന പോലെയാണ് തോന്നുന്നത് ISA വായിക്കുമ്പോൾ എല്ലാം. ഐ
had heard it all before, so often. ഒരുപാട് തവണ ഞാൻ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. It was like a barrel organ groaning out of some banal song of long ago. നമ്മുടെ ടാസിനകത്ത് എന്ന് പറഞ്ഞിട്ടുള്ള സാധനമാണ് ഞാനിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത്. ആ ഒരു ഫീലിംഗ് ആണ് എനിക്കിത് കേൾക്കുമ്പോൾ ഉള്ളത്. Yeah. If I had asked him to be good enough to talk in a lower tone, I dare say he would have thought I was a very rude fellow. ഞാനിപ്പോൾ അയാളോട് പറയാണ്, സർ ഒന്ന് ക്യാൻ യു പ്ലീസ് ലോവർ ഡൗൺ യുവർ വോയിസ് എന്ന് ചോദിച്ചെങ്കിൽ അയാൾ എന്ത് വിചാരിക്കുമോ, ഇവൻ എന്ത് മനുഷ്യനാണ്, വെരി റൂഡ് ഫെലോ. It did not occur to him that anybody could have anything better to do than to listen to him. And I have no doubt he left the carriage convinced that everybody in it had, thanks to him, had a very illuminating journey. അപ്പോൾ അയാൾക്ക് മനസ്സിലായിട്ടില്ല. അയാളുടെ മനസ്സിലെന്ന് വെച്ചാൽ എല്ലാവരും അയാളോട് താങ്ക്ഫുള്ളാണ്. ഭയങ്കര അടിപൊളി ഇല്ലുമിനേറ്റിംഗ് ആ ഒരു ജേണി ആയിരുന്നു. എല്ലാവർക്കും വളരെ പ്രബുദ്ധരായി. എല്ലാവരും ഈ ഇങ്ങേരുടെ 1 മണിക്കൂറിൻ്റെ സംഭാഷണം കേട്ട് ദേ വെർ ഓൾ ഇല്ലുമിനേറ്റഡ്. എല്ലാവരും വളരെയധികം കുറേ നോളജൊക്കെ കിട്ടിയെന്നാണ് അയാൾ വിചാരിക്കുന്നത്. പക്ഷേ അയാൾക്കത് മനസ്സിലാവുന്നതേ ഇല്ല ദാറ്റ് ചുറ്റുമുള്ള ആളുകൾക്ക് എല്ലാവർക്കും ഇയാളെ ലിസൺ ചെയ്യുന്നതിനേക്കാളും മെച്ചമുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ ഡെഫിനറ്റായിട്ടും ആ ഒരു ജേണിയിൽ ചെയ്യാൻ പറ്റുമായിരുന്നു എന്ന് ഹി ഡസ് നോട്ട് അണ്ടർസ്റ്റാൻഡ്. നിങ്ങളുടെയൊക്കെ ശ്രദ്ധ ഇവിടെ തന്നെ ഉണ്ടോ, അതോ ഡു ഐ സൗണ്ട് ലൈക്ക് എ ബാരൽ ഓർഗൻ ഗ്രോണിങ് ഔട്ട് സം വേനൽ സോങ്, അങ്ങനെയാണോ തോന്നുന്നത്? എല്ലാവരും പഠിച്ചിട്ടുള്ളത് കൊണ്ട് അത്രയ്ക്ക് എക്സൈറ്റിംഗ് ഒന്നും ആയിരിക്കില്ല, കാരണം ഇത് ഒരുപാട് തവണ വായിച്ചിട്ടൊക്കെ ഉണ്ടായിരിക്കും. യെസ്, എവിടെ thanks to him, and he thinks that everyone had a very illuminating journey and would carry away a pleasing impression of his encyclopedic range. അപ്പോൾ എല്ലാവരും അയാളുടെ ആ ഒരു വിവരത്തെക്കുറിച്ചൊക്കെ ഓർത്ത് വളരെ ഇംപ്രസ്ഡ് ആയിട്ടായിരിക്കും ഇറങ്ങിപ്പോയത് എന്നായിരിക്കും ഇയാൾ വിചാരിച്ചിട്ടുണ്ടാവുക. ബട്ട് ആക്ച്വലി ഇറ്റ് ഇസ് നോട്ട് സോ. ഹി വാസ് ഒബ്വിയസ്ലി എ വെൽ ഇൻറ്റൻഷൻഡ് മനുഷ്യൻ. അയാളുടെ മനസ്സിൽ നല്ല സതുദ്ദേശം മാത്രമേ ഉള്ളൂ. ദ തിങ് ദാറ്റ് വാസ് റോങ് വിത്ത് ഹിം വാസ് ദാറ്റ് ഹി ഡിഡ് നോട്ട് ഹാവ് ദറ്റ് സോഷ്യൽ സെൻസ്. അയാൾക്ക് ആ ഒരു സോഷ്യൽ സെൻസ് ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അല്ലാതെ അയാൾ ഇന്നേറ്റ്ലി ഈസ് എ വെരി ഗുഡ് പേഴ്സൺ. അയാൾ ചുമ്മാ സംസാരിക്കുന്നു, ശുദ്ധനാണ്. പക്ഷേ ഹി ഡിഡ് നോട്ട് ഹാവ് എ സോഷ്യൽ സെൻസ്. ഹി വാസ് നോട്ട് എ ക്ലബബിൾ മാൻ. ഒരു കൂട്ടത്തിൽ ചേർക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ കൂടെ നമുക്ക് ഒത്തുപോകാൻ പറ്റുന്ന ഒരാളല്ലായിരുന്നു അയാൾ. ഓഫ് കോഴ്സ് എനിക്ക് തോന്നുന്നത് ലൈക്ക് ഇങ്ങനത്തെ അമ്മാവന്മാർ ഡെഫിനറ്റ്ലി നമ്മുടെ ഫാമിലീസിലും ഉണ്ടാവും. നമ്മൾ ഭയങ്കരമായിട്ടും അവർ ഭയങ്കര ശുദ്ധന്മാരാണ്, പക്ഷേ അവരുടെ സംസാരം നമുക്ക് ടേക്ക് ചെയ്യാൻ പറ്റാത്ത ഒരു സോഷ്യൽ സെൻസ് ഇല്ലാതെ വർത്താനം പറഞ്ഞു കളയുന്ന ഒരുപാട് റിലേറ്റീവ്സും നമുക്കുണ്ടായിരിക്കും. ഐ എം ഷുവർ യു മസ്റ്റ് ഹാവ് കം അക്രോസ് അറ്റ്ലീസ്റ്റ് വൺ പേഴ്സൺ ഓഫ് ദിസ് കൈൻഡ്. ഓക്കെ, a reasonable consideration for the rights or feelings of others is the foundation of social conduct. അപ്പം എപ്പോഴും സോഷ്യൽ കോണ്ടക്റ്റിൻ്റെ ഒരു ബേസ് ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് വി ഹാവ് ടു കൺസിഡർ അതേഴ്സ്, അല്ലെങ്കിൽ വി ഹാവ് ടു തിങ്ക് അബൌട്ട് ദ റൈറ്റ്സ് ഓർ ഫീലിങ്സ് ഓഫ് ദ പീപ്പിൾ അറൗണ്ട് അസ്. It is commonly alleged against women that in this respect they are less civilized than men. അപ്പം പൊതുവേ ഉള്ളൊരു പറച്ചിലാണ് സ്ത്രീകൾക്ക് ഈ ഒരു കാര്യത്തിൽ ദേ ആർ ലെസ് സിവിലൈസ്ഡ്. അവർക്ക് ചുറ്റുമുള്ള മനുഷ്യരെ കുറിച്ച് ദേ ഡോണ്ട് കൺസിഡർ ദ റൈറ്റ്സ് ഓർ ഫീലിങ്സ് ഓഫ് എ പീപ്പിൾ അറൗണ്ട് ദം എന്ന് പൊതുവേ ഒരു പറച്ചിലുണ്ട്. ആൻഡ് ഐ എം ബൗണ്ട് ടു കൺഫെസ് ദാറ്റ് ഇൻ മൈ എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് ദ. അപ്പം എന്നിട്ട് ഇയാളും അതിനോട് ചേർന്ന് പോവുകയാണ്. അയാൾ ഈ ഒരു ഒപ്പീനിയനോട് എഗ്രി ചെയ്യുകയാണ്. ഈസ് എ വെരി സെക്സിസ്റ്റ് മാൻ എന്ന് എനിക്ക് തോന്നുന്നു. ആൻഡ് ഐ എം ബൗണ്ട് ടു കൺഫെസ് ദാറ്റ് ഇൻ മൈ എക്സ്പീരിയൻസ് ഇറ്റ് ഇസ് എ വുമൻ, the well-dressed woman who thrust herself in the front of you at the ticket office. അപ്പോൾ ഒരു ടിക്കറ്റ് ഓഫീസിന് മുമ്പിൽ നിങ്ങളെ പുഷ് ചെയ്ത് നിങ്ങളെ മുന്നിലേക്ക് ഇടിച്ചു കയറുന്ന അത് എപ്പോഴും ഒരു സ്ത്രീ ആയിരിക്കും എന്നാണ് നമ്മൾ ഗാർഡനർ പറയുന്നത്. The man would not attempt it partly because he knows the thing would not be tolerated from him. അപ്പം ഒരു പുരുഷൻ ഒരിക്കലും ഇങ്ങനെ ചെയ്യില്ല. ബിക്കോസ് അതിന് ഒരു കാരണം എന്ന് വെച്ചാൽ പുരുഷൻ അറിയാം ഇയാളത് ചെയ്തു കഴിഞ്ഞാൽ ആരും അത് ടേക്ക് ചെയ്യില്ല, ആരും ടോളറേറ്റ് ചെയ്യില്ല എന്ന് അറിയാം. ബട്ട് ഓൾസോ ബിക്കോസ് ഹി ഹാസ് ബീൻ ബെറ്റർ ഡ്രിൽഡ് ഇൻ ദ സ്മോൾ ഗിവ് ആൻഡ് ടേക്ക് ഓഫ് സോഷ്യൽ റിലേഷൻഷിപ്പ്. അപ്പം വൺ റീസൺ എന്ന് പറഞ്ഞാൽ ഹി ഈസ് അവെയർ ദാറ്റ് ഹി വുഡ് നോട്ട് ബി ടോളറേറ്റഡ് ബൈ അതർ മെൻ. അതേപോലെ തന്നെ അനദർ റീസൺ എന്ന് പറഞ്ഞാൽ ഹി ഹാസ് എ പ്രാക്ടീസ് ഓഫ് ബീയിങ് ഇൻ എ സോഷ്യൽ റിലേഷൻഷിപ്പ്. അങ്ങോട്ട് കൊണ്ടും കൊടുത്തും ഒക്കെയുള്ള ഒരു നല്ല രീതിയിൽ ആ ഒരു പ്രാക്ടീസ് പുരുഷന്മാർക്കുണ്ട് എന്നാണ് ഗാർഡനർ പറയുന്നത്. ഇപ്പം അങ്ങനെയല്ല, അത് ആ ഒരു കാലഘട്ടത്തിലെ ഒരു 50-60 വർഷം മുമ്പത്തെ എസ്സയാണ്. അപ്പോൾ അതിനെ നമ്മൾ അങ്ങനെ തന്നെ കാണണം. നൗ ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഹി ഹാസ് ലിവ്ഡ്. കാണുന്നില്ലേ നമ്മൾ ഓരോ ദിവസവും വി സീ വുമൺ ഹു ആർ ഏബിൾ ടു speak really well, who are able to mingle with people really well, actually much better than men. അങ്ങനെ നമുക്ക് കാണാൻ പറ്റുന്ന സ്ത്രീകളുണ്ട്. lot of women actually നമ്മൾ ഡെയിലി അങ്ങനത്തെ സ്ത്രീകളെ കാണുന്നുണ്ട്. സോ ദിസ് ഇസ് ഒരു പഴയ കാര്യമാണ്.
So he has lived more in the broad current of the world. Man has lived more in the broad current of the world, where you have to learn to accommodate yourself to the general standard of conduct. അപ്പം നമ്മളെ തന്നെ ഒരു എന്താണ് മറ്റുള്ളവരുടെ ഇൻട്രസ്റ്റ് എല്ലാം കൺസിഡർ ചെയ്ത് നമ്മളെ അവിടെ അക്കോമഡേറ്റ് ചെയ്യുന്ന ഒരു സാധനം അയാൾ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. മാൻ ഹാസ് പ്രാക്ടീസ്ഡ്. And his school life, his club life and his games have in this respect given him a training that women are only now beginning to enjoy. അപ്പോൾ പുരുഷന്മാർ അവരുടെ സ്കൂൾ ലൈഫിലും ക്ലബ് ലൈഫിലും ഗെയിമിങ്ങിലും ഒക്കെ ദേ ഹാവ് ഗോട്ട് ദറ്റ് പ്രാക്ടീസ്, ദേ ഹാവ് ദറ്റ് ഡ്രിൽ. അതേസമയം സ്ത്രീകൾ ദേ ആർ ഓൺലി ബിഗിനിങ് ടു പ്രാക്ടീസ് ഓൾ ദീസ് തിങ്സ്. അപ്പം ഗെയിം എന്നൊക്കെ പറഞ്ഞാൽ അന്നത്തെ ബ്രിട്ടനിൽ ഭയങ്കര മെയിനായിട്ടുള്ള സംഭവമാണ് ഗെയിമിങ്. അതേപോലെ ക്ലബ്സൊക്കെ വളരെ നമ്മൾ എന്താണ് വളരെ കോമൺ ആയിട്ടുള്ള അല്ലെങ്കിൽ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതൊക്കെ കേട്ടോ. So I believe that the rights of small people and quiet people are as important to preserve as the rights of small nationalities. അപ്പോൾ അതേപോലെ തന്നെയാണ് കുറച്ച് ലെസ് പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആളുകളുടെ റൈറ്റ്സ് നമ്മൾ സംരക്ഷിക്കുക എന്ന് പറയുന്നത്. ദാറ്റ്സ് ഓൾസോ ഇമ്പോർട്ടൻറ്റ്. When I hear the aggressive bullying horn which some motorists deliberately use, അപ്പം ചില ആളുകൾ നമ്മൾ റോഡിൽ കാണാം സൈലൻസർ ഊരി കളഞ്ഞിട്ട് ഇങ്ങനെ ട്രിങ് ട്രിങ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒച്ചയിൽ മോട്ടോർ സൈക്ലിസ്റ്റുകൾ പോകുന്നത്. I confess that I feel something boiling up in me which is very like what I felt when Germany came trampling like a bully over Belgium. അപ്പോൾ അന്ന് ഇത് വാർ പീരീഡിൽ എഴുതുന്ന എസ്സേ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരം റെഫറൻസൊക്കെ. അപ്പം ജർമ്മനി ബെൽജിയത്തിൻ്റെ മേളിൽ കൂടെ ഇങ്ങനെ ഇത് ചെയ്ത് വന്നതുപോലെ ആദ്യ ഫീലിംഗ് ആണ്. അപ്പോൾ എനിക്ക് എന്താണോ എങ്ങനെ എൻ്റെ രക്തം തിളച്ച് വന്നോ അതുപോലെയാണ് എനിക്ക് ഈ ഒരു മോട്ടോർ സൈക്ലിസ്റ്റ് ഇതേപോലെ ഭയങ്കര ഇൻടോളറബിൾ സൗണ്ടിൽ വഴി കൂടെ വണ്ടി ഓടിക്കുമ്പോൾ എനിക്കുണ്ടാകുന്നത്. By what right, my dear sir, do you go along our highways uttering that hideous curse on all who impede your path? അപ്പോൾ നീ ഇങ്ങനെ വഴി എല്ലാവരും തെറി വിളിച്ച് ഇത്ര ഒച്ചത്തിൽ ഇത്രയ്ക്കും റാഷായിട്ട് നമ്മുടെ ഹൈവേയുടെ മിഡിൽ കൂടെ പോകാൻ നിനക്ക് എന്ത് റൈറ്റ് ആണുള്ളത്? കനോട്ട് യു അനൗൺസ് യു കമ്മിങ് ലൈക്ക് എ ജെന്റിൽമാൻ? നിനക്ക് കുറച്ച് മര്യാദയ്ക്ക് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൂടെ? കനോട്ട് യു ടേക്ക് യുവർ ടേൺ? നിനക്ക് വെയിറ്റ് ചെയ്ത് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ പറ്റില്ല? ആർ യു സമ്മൺ ഇൻ പെർട്ടിക്കുലർ ഓർ ആർ യു സിംപ്ലി എ ഹോട്ട് ഗോസ്പെലർ ഓഫ് ദ പ്രോഫിറ്റ് നീച്ചെ? അപ്പോൾ നീ ഇനി എന്തെങ്കിലും പ്രത്യേകതയുള്ള ആളാണോ? യു സമ്മൺ ഇൻ പെർട്ടിക്കുലർ? അതോ ഇനി നീ നീച്ചയുടെ ഫോളോവറാണോ? നീച്ച എന്ന് വെച്ചാൽ മീനിങ്ലെസ്നെസ്സിനെ കുറിച്ചും എന്താണ് ഓർഡർലെസ്നെസ്സിനെ കുറിച്ചൊക്കെ പറഞ്ഞ ആളാണ്. അപ്പോൾ ഇനി നീ നീച്ചയുടെ ഫോളോവർ വല്ലതും ആണോ? അതുകൊണ്ടാണോ ഇങ്ങനെ ഓടിക്കുന്നത്? ഐ ഫൈൻഡ് മൈസെൽഫ് വണ്ടറിങ് വാട്ട് സോർട്ട് ഓഫ് എ പേഴ്സൺ ഇറ്റ് ഈസ് ഹു ക്യാൻ സിറ്റ് ബിഹൈൻഡ് ദറ്റ് ഹോഗ് ലൈക്ക് outrage without realizing that he is a spirit of Prussia incarnate and a very ugly spectacle in the civilized world. അപ്പോൾ ഞാൻ ആലോചിക്കാം ആർക്കാണ് ആ വണ്ടിയുടെ പുറത്ത് ഇങ്ങനെ ഇരുന്ന് പോകാൻ പറ്റുക? എന്ത് തരം ആളാണ് നീ എന്ന് ഞാൻ ആലോചിക്കുകയാണ്. വിത്തൗട്ട് റിയലൈസിങ് ദാറ്റ് ഹീ ഈസ് എ സ്പിരിറ്റ് ഓഫ് പ്രഷ്യ ഇൻകാർനേറ്റ്. ഇതൊക്കെ യുദ്ധത്തിൻ്റെ റെഫറൻസുകളാണ് കേട്ടോ. ഓരോ രാജ്യങ്ങളോടുള്ള നമ്മുടെ ഗാർഡനറിൻ്റെ ആറ്റിറ്റ്യൂഡ്സ് കാണിക്കുന്നതാണ് ഇതൊക്കെ. ആൻഡ് ഹീ ഈസ് എ വെരി അഗ്ലി സ്പെക്ടക്കിൾ ഇൻ ദ സിവിലൈസ്ഡ് വേൾഡ്. ആ ഒരു കാര്യം ഞാൻ റിയലൈസ് ചെയ്യാതെയാണ് ദേഷ്യപ്പെടുന്നത്. നമ്മൾ ആ ഒരു ഫാക്ട് റിയലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഓക്കെ ഇയാളിങ്ങനെയാണ് നമുക്കറിയാലോ. അപ്പോൾ ഞാൻ ആ ഒരു കാര്യം റിയലൈസ് ചെയ്യുന്നില്ല. എന്നിട്ട് ഐ സ്റ്റിൽ വണ്ടർ വാട്ട് സോർട്ട് ഓഫ് എ പേഴ്സൺ ഈസ് റൈഡിങ് ദാറ്റ് മോട്ടോർ സൈക്കിൾ. ആൻഡ് ദർ ഇസ് എ മോർ ഹാംലെസ് പേഴ്സൺ. അപ്പോൾ ഇതിനേക്കാളും കുറച്ചും കൂടി ലെസ് ഹാംഫുള്ളായ ഒരു ആളുണ്ട്. who has bought a very blatant gramophone. ഒരു ഗ്രാമഫോൺ, ഒരു വലിയ ഗ്രാമഫോൺ വാങ്ങിച്ചിട്ടുണ്ട്. ആൻഡ് ഓൺ സൺഡേ ആഫ്റ്റർനൂൺ സെറ്റ്സ് എ തിങ് ഗോയിങ്. അപ്പം എല്ലാ ഞായറാഴ്ചകളിലും ഉച്ച കഴിയുമ്പോൾ ഇയാൾ ഈ സാധനം ഓണാക്കും. He opens the windows and fills the street with keep the home fires burning or some similar banality. അപ്പോൾ ഇതേപോലെ എന്തെങ്കിലും വൃത്തിയിട്ട സോങ് ഇടും ഞായറാഴ്ച ഉച്ചയാകുമ്പോഴത്തേക്കും. നമ്മുടെ വീട്ടിലും കാണും കേട്ടോ. ഇതേപോലെ എൻ്റെ അച്ഛൻ ഇങ്ങനെയാണ് കേട്ടോ. ഒരു രാത്രി ഒരു 10 മണിയാകുമ്പോഴേക്കും ഇതേപോലുള്ള നമുക്ക് കേൾക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ചില പാട്ടുകളൊക്കെ ഇങ്ങനെ ഒച്ചത്തിലിട്ട് വിൻഡോയൊക്കെ തുറന്ന് ആൾ ഉറങ്ങുന്നത്. എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരാളുണ്ട്. അതേപോലെ നമ്മൾക്ക് എല്ലാവർക്കും ചുറ്റും വി ക്യാൻ സീ വൺ പേഴ്സൺ ലൈക്ക് ദിസ് ഹു ഡസ് നോട്ട് കൺസിഡർ അതർ പീപ്പിൾ. നമുക്കിപ്പോൾ കേൾക്കാൻ നമ്മൾ ഹോസ്റ്റൽസിലാണെങ്കിലും ഒക്കെ അങ്ങനെയാണ്. വി ഹാവ് ടു യൂസ് എ ഹെഡ്ഫോൺ ഇഫ് വി റിയലി വാണ്ട് ടു സീ ഇറ്റ് അല്ലേ, അല്ലെങ്കിൽ ഹിയർ ഇറ്റ്. അപ്പോൾ നമ്മൾ മറ്റുള്ളവരെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. നമ്മുടെ ചോയ്സ് ആയിരിക്കില്ല മറ്റൊരാളുടെ ചോയ്സ്. ദാറ്റ് വി ഹാവ് ടു റിമെമ്പർ ഓൾവേസ്. അപ്പോൾ അങ്ങനെ ഒരു ആളെക്കുറിച്ചും എനിക്കിവിടെ പറയാൻ പറ്റും. എന്നാ വാട്ട് ആർ ദ റൈറ്റ് ലിമിറ്റ്സ് ഓഫ് സോഷ്യൽ ബിഹേവിയർ ഇൻ എ മാറ്റർ ഓഫ് ദിസ് സോർട്ട്. അപ്പം ഇത്തരം കാര്യങ്ങൾ എന്താണ്? വാട്ട് ഇസ് എ റൈറ്റ് ലിമിറ്റ്? Let us take the trombone as an illustration again. അപ്പോൾ നമുക്ക് വീണ്ടും നമ്മുടെ ചെണ്ട എടുക്കാം. Hazlitt said that a man who wanted to learn that fearsome instrument was entitled to learn it in his own house, even though he was a nuisance to his neighbors,
but it was his business to make the nuisance as slight as possible. ഹാസ്ലിറ്റ് പറഞ്ഞിട്ടുണ്ട്. ഈ ചെണ്ട നിങ്ങൾക്ക് പഠിക്കും. ഹാസ്ലിറ്റും ഇതേപോലത്തെ എസ്സേസ് എഴുതിയിട്ടുള്ള ഒരാളാണ്, ഇഫ് യു റിമെമ്പർ. അപ്പം ഹാസ്ലിറ്റ് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് യു ഹാവ് എവറി റൈറ്റ് ടു ലേൺ ഇറ്റ് ഇൻ യുവർ ഹൗസ്. ഇനി മറ്റുള്ളവർക്ക് ന്യൂസൻസ് ആണെങ്കിൽ യു ഹാവ് ടു ട്രൈ ടു മേക്ക് ദ ന്യൂസൻസ് ആസ് സ്ലൈറ്റ് ആസ് പോസിബിൾ. മറ്റുള്ളവർക്ക് മാക്സിമം ബുദ്ധിമുട്ടുണ്ടാവാത്ത രീതിയിൽ നമ്മൾ ട്രൈ ചെയ്യണം. ഇതൊക്കെ ഫ്ലാറ്റ്സിൽ ജീവിക്കുന്നവർക്ക് കുറച്ചും കൂടെ വേഗം റിലേറ്റ് ചെയ്യാൻ പറ്റും. ഹൗ നമ്മുടെ വീട്ടിനകത്തുള്ള ശബ്ദങ്ങളും നമ്മളുടെ എൻജോയ്മെൻറ്റ്സ് ഒക്കെ ഹൗ ഇറ്റ് ബിക്കംസ് എ ന്യൂസൻസ് ടു എ നൈബേഴ്സ്. അപ്പോൾ നമ്മളെപ്പോഴും മാക്സിമം ആ ന്യൂസൻസ് സ്ലൈറ്റ് ആക്കാൻ വേണ്ടി നോക്കണം. ഹി മസ്റ്റ് പ്രാക്ടീസ് ഇൻ ദ ആറ്റിക് ആൻഡ് ഷട്ട് ദ വിൻഡോ. അയാൾ ഏതെങ്കിലും ഒരു അടച്ച അകത്തൊരു ആറ്റിക് പോലത്തെ ഒരു മുറിക്കകത്തിരുന്നിട്ട് ഹി ഹാസ് ടു ഷട്ട് ദ വിൻഡോ ആൻഡ് ഹി ഹാസ് ടു ഡു ദിസ്. He had no right to sit in his front room, open the window and blow his noise into his neighbor's ears with the maximum of violence. അപ്പം ഇയാൾ എന്തിനാണ് ഈ ഗ്രാമഫോൺ ഇങ്ങനെ ഫ്രണ്ട് റൂമിൽ പോയിരുന്നിട്ട് വിൻഡോ എല്ലാം തുറന്നിട്ട് നൈബറിൻ്റെ ചെവിയിലോട്ട് പ്ലേ ചെയ്യുന്നത്? അത് ചെയ്യരുത്. ഹി ഹാസ് ടു ഗോ ഇൻസൈഡ് ആൻഡ് പ്ലേ. അല്ല, വിൻഡോ ഒക്കെ അടച്ചിരുന്ന് വേണം കേൾക്കാൻ. മറ്റേ ആളുടെ ചെവിയിൽ ഇത് എത്താത്ത രീതിയിൽ വേണം നമ്മൾ ചെയ്യാൻ. ആൻഡ് സോ വിത്ത് ദ ഗ്രാമഫോൺ, ഇഫ് യു ലൈക്ക് ദ ഗ്രാമഫോൺ യു ആർ എൻറ്റൈറ്റിൽഡ് ടു ഹാവ് ഇറ്റ്, but you are interfering with the liberties of your neighbors if you don't do what you can to limit the noise to your own household. സോറി. അപ്പോൾ നിങ്ങൾക്ക് ഗ്രാമഫോൺ വാങ്ങാനുള്ള ലിബർട്ടി ഉണ്ട്, നിങ്ങൾക്കത് പ്ലേ ചെയ്യാനുള്ള ലിബർട്ടി ഉണ്ട്. പക്ഷേ യു ഡോണ്ട് ഹാവ് ദ ലിബർട്ടി ടു ഇൻ്റർഫിയർ ഇൻ ടു യുവർ നൈബേഴ്സ് ലിബർട്ടി. അവരുടെ സമാധാനം കെടുത്താനുള്ള ലിബർട്ടി നിങ്ങൾക്കില്ല. സോ അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? യു ഹാവ് ടു ലിമിറ്റ് ദ നോയ്സ് ഓഫ് ദ ഗ്രാമഫോൺ ഇൻ ടു യുവർ ഓൺ ഹൗസ് ഹോൾഡ്. യുവർ നൈബേഴ്സ് മേ നോട്ട് ലൈക്ക് കീപ് ദ ഹോം ഫയർസ് ബേണിങ്. ആ സോങ് നിങ്ങളുടെ നൈബേഴ്സിന് ഇഷ്ടമായിരിക്കില്ല. They may prefer to have their Sunday afternoon undisturbed, and it is as great an impertinence for you to willfully trespass on their peace as it would be to go unasked into their gardens and trample on their flower beds. നമുക്കത് ഒന്നുകൂടെ നിർത്തി നോക്കാം. They may prefer to have their Sunday afternoon undisturbed. അവർക്കൊരു ശല്യമില്ലാതെ അവരുടെ ഞായറാഴ്ച ആഫ്റ്റർനൂൺ സ്പെൻഡ് ചെയ്യാനായിരിക്കും താല്പര്യം. And it is as great an impertinence for you to willfully trespass on their peace as, അപ്പം ഏതുപോലെ നിങ്ങൾ എങ്ങനെയാണ് അവരുടെ പീസിൽ ട്രെസ്പാസ് ചെയ്യുക? ആസ് ഇറ്റ് വുഡ് ബി ടു ഗോ അൺആസ്ക്ഡ് ഇൻ ടു ദിയർ ഗാർഡൻസ് ആൻഡ് ട്രാമ്പിൾ ഓൺ ദിയർ ഫ്ലവർ ബെഡ്സ്. നിങ്ങൾ അവരുടെ പൂന്തോട്ടത്തിൽ അവരുടെ പെർമിഷനൊന്നും എടുക്കാതെ ചുമ്മാ പോയി നടന്നു പോയിട്ട് അവരുടെ ഫ്ലവർ നല്ല എന്താണ് കുഞ്ഞു കുഞ്ഞു പൂക്കളൊക്കെ പിടിച്ചിരിക്കുന്ന ഫ്ലവർ ബെഡ്സിൻ്റെ മുകളിൽ കൂടെ കാലിട്ട് ചവിട്ടി പോകുന്ന അതേ സാധനം തന്നെയാണ് നിങ്ങൾ ഇവിടെയും ചെയ്യുന്നത്. നിങ്ങൾ അവരുടെ ഒരു നല്ല സൺഡേ ആഫ്റ്റർനൂൺ അവർക്ക് അൺഡിസ്റ്റർബ്ഡ് ആയിട്ട് സ്പെൻഡ് ചെയ്യാനാണ് താല്പര്യം. ബട്ട് യു ആർ ബ്ലോയിങ് ദ മ്യൂസിക് ദാറ്റ് യു ലൈക്ക് ഇൻ ടു ദെയർ ഇയേഴ്സ്. അവർക്ക് ചിലപ്പോൾ ആ പാട്ട് ഇഷ്ടമായിരിക്കില്ല, അല്ലേ? അപ്പം ആളൊരു എന്താണ് മെറ്റഫർ ഡ്രോ ചെയ്യാണ് ഇവിടെ. Now, there are cases, of course, where the clash of 10 minutes നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ. maximum 15 minutes. There are cases, of course, where the clash of liberties seems to defy compromise. There are some situations where liberties clash and that defies compromise. നമുക്ക് വായിച്ചു നോക്കാം എന്താണെന്നുള്ള. My dear old friend X, who lives in a Western Square and who is an amazing mixture of good nature and irascibility. ഇറാസിബിലിറ്റി മീൻസ് എന്താണ്? ഹോട്ട് ടെമ്പേർഡ്നെസ്, ഒരു മുൻഷുണ്ടി എന്നൊക്കെ പറയില്ല. അത് രണ്ടുമുള്ള ആളാണ് മിസ്റ്റർ എക്സ് എന്ന് പറയുന്നത്. He flies into a passion when he hears a street piano and rushes out to order it away. But nearby lives a distinguished lady of romantic picaresque taste who dotes on street pianos and attracts them as wasps are attracted to a jar of jam. Whose liberty in this case should surrender to the other? അപ്പോൾ എൻ്റെ ഓൾഡ് ഫ്രണ്ട് എക്സ് ഉണ്ട്. അപ്പോൾ അയാൾ വളരെ നല്ല മനുഷ്യനാണ്, പക്ഷെ അതേസമയം അയാൾ കുറച്ച് ഷോർട്ട് ടെമ്പേർഡുമാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യും? അയാൾക്ക് പുറത്തൊരു സ്ട്രീറ്റ് പിയാനോയുടെ ശബ്ദം കേട്ട് കഴിഞ്ഞാൽ ഹി ഗെറ്റ്സ് ആംഗ്രി. പക്ഷേ അതേപോലെ തന്നെ ദർ ഇസ് എ വുമൺ ഹു ലിവ്സ് നിയർ ബൈ. ആളുടെ ടേസ്റ്റ് എന്ന് വെച്ചാൽ ഭയങ്കര റൊമാൻറ്റിക്കാണ്, ഭയങ്കര പിക്കാരസ് ടേസ്റ്റ് ഉള്ള ആളാണ്. പിക്കാരസ് മീനിങ് അറിയാലോ? എനിക്ക് അതിൻ്റെ എക്സാക്ട് മലയാളം കിട്ടുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള ഭയങ്കര പിക്കാരസ്നെസ് ഉള്ളൊരു ലേഡി നമ്മുടെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നുണ്ട്. ഷീ ഡോട്ട്സ് ഓൺ സ്ട്രീറ്റ് പിയാനോസ്. അപ്പം നമ്മൾ സ്ട്രീറ്റിൽ വന്ന് പ്ലേ ചെയ്യുന്നതൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആൻഡ് ദീസ് സ്ട്രീറ്റ് പിയാനോസ് attracts them as wasps are attracted to a jar of jam.
അപ്പോൾ നമ്മൾ ഈ സ്ത്രീയെ കാണുമ്പോഴത്തേക്കും സ്ട്രീറ്റ് പിയാനോ പ്ലെയേഴ്സൊക്കെ വന്നിട്ട് നമ്മൾ എന്താണ് തേനീച്ചകൾ അല്ലെങ്കിൽ വാസ്പ് ജാം ജാറിൻ്റെയൊക്കെ അടുത്തേക്ക് വരുന്നത് എങ്ങനെയാണോ അതേപോലെ നമ്മൾ തേൻ കാണുമ്പോൾ ഉറുമ്പ് വരുന്നത് പോലെ സ്ട്രീറ്റ് പ്ലേയേഴ്സ് ഈ സ്ത്രീ ഉള്ള സ്ഥലത്ത് വന്ന് പ്ലേ ചെയ്യുകയും ചെയ്യും. ഹൂസ് ലിബർട്ടി ഇൻ ദിസ് കേസ് ഷുഡ് സറണ്ടർ ടു ദ അതർ. അപ്പോൾ ഇവിടെ ആരുടെ ലിബർട്ടിയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആരുടെ ലിബർട്ടിയാണ് നമ്മളൊന്ന് ലിമിറ്റ് ചെയ്യേണ്ടത്? ഫോർ ദ ലൈഫ് ഓഫ് മീ ഐ കനോട്ട് സേ. എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഒരാൾക്ക് ഇഷ്ടമല്ല സ്ട്രീറ്റ് പിയാനോ പ്ലേ ചെയ്യുന്നത്, മറ്റേ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ആരുടെ ലിബർട്ടിയാണ് കർട്ടൈൽ ചെയ്യേണ്ടത്? എനിക്ക് പറയാൻ പറ്റുന്നില്ല. ഇറ്റ് ഈസ് ആസ് റീസണബിൾ ടു ലൈക്ക് സ്ട്രീറ്റ് പിയാനോസ് ആസ് ടു ഡിസ്ലൈക്ക് ദം. നമുക്കത് ഇഷ്ടപ്പെടാനുമുള്ള ലിബർട്ടി ഉണ്ട്, ഇഷ്ടപ്പെടാതിരിക്കാനുമുള്ള ലിബർട്ടി ഉണ്ട്. രണ്ടും റീസണബിൾ ലിബർട്ടീസാണ്. And I would give much to hear Sancho Panza's solution of such a nice riddle. Sancho Panza ഏതിലെ ക്യാരക്ടറാണ്? ഡോൺ കിഹോത്തയിലെ ക്യാരക്ടറാണ്. ഡോൺ കിഹോത്തയുടെ ശിങ്കിടിയാണ് സാൻജോ പാൻസ. ഭയങ്കര സ്റ്റുപ്പിഡാണ്, പക്ഷേ ഭയങ്കര ഹ്യൂമറസ് ആയിട്ടുള്ള ആളാണ് സാൻജോ പാൻസ. അപ്പം ഞാൻ ഇതിന് ഒരു സൊല്യൂഷൻ പറയുന്നതിനേക്കാളും നല്ലത് ഞാൻ പോയിട്ട് സാൻജോ പാൻസയുടെ ഒരു പസിലിനുള്ള അവൻ്റെ സൊല്യൂഷൻ, അത് സ്റ്റുപ്പിഡ് സൊല്യൂഷൻ ആയിരിക്കും, അത് കേൾക്കാൻ പോകുന്നതായിരിക്കും നല്ലത്. അപ്പം ഇത്തരം സാഹചര്യങ്ങളിൽ നമുക്ക് പറയാൻ പറ്റില്ല ആരുടെ ലിബർട്ടിയാണ് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഐ സപ്പോസ് ദ ഫാക്ട് ഇസ് ദാറ്റ്. അപ്പം നിങ്ങൾ എക്സാമ്പിൾസ് ഒക്കെ ഓർക്കണം കേട്ടോ. ഇവിടെ ലിബർട്ടീസ് ക്ലാഷ് ചെയ്യുന്ന ഒരു ഇൻഡിവിജ്വൽ ലിബർട്ടീസ് ക്ലാഷ് ചെയ്യുന്ന ഇതിനുള്ള എക്സാമ്പിളാണ് ഒരു വുമൺ സ്ട്രീറ്റ് പിയാനോയിൻ്റെ ആ ഒരു എക്സാമ്പിൾ എന്ന് പറയുന്നത് അതാണ് കേട്ടോ. I suppose the fact is that we can be neither complete anarchist nor complete socialist in this complex world. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ഡിസോർഡർ അതും പറ്റില്ല, അതേസമയം കംപ്ലീറ്റ് സോഷ്യലിസ്റ്റ് അതും പറ്റില്ല. or rather we must be a judicious mixture of both. അപ്പോൾ നമ്മൾ ബുദ്ധിപൂർവ്വം വളരെ ജുഡീഷ്യസ് ആയിട്ട് ഇത് രണ്ടിൻ്റെയും ഒരു ഫൈൻ ബ്ലെൻഡ് ആയിരിക്കണം നമ്മളെപ്പോഴും. We have both liberties to preserve. We have to preserve our individual liberty and as well as our social liberty. രണ്ട് ലിബർട്ടീസും നമ്മൾ പ്രിസർവ് ചെയ്യണം. ഇനി ഈ എസ്സേന്ന് ഭയങ്കര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാം കേട്ടോ. ഏതൊക്കെയാണ് ഇതിനകത്ത് മെൻഷൻ ചെയ്തിരിക്കുന്നത് രണ്ട് ലിബർട്ടീസ് എന്ന് ചോദിക്കാം. എ പേഴ്സൺ ഹാസ് നോട്ട് റെഡ് ദ എസ്സേ അല്ലെങ്കിൽ സിലബസായിട്ട് ഒരു ഐഡിയ ഇല്ലാത്തവർക്ക് അത് എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇൻഡിവിജ്വൽ ലിബർട്ടിയും സോഷ്യൽ രണ്ട് ലിബർട്ടീസും നമ്മൾ പ്രിസർവ് ചെയ്യണം. We must watch the bureaucrat on the one side and warn off the anarchist on the other. നമ്മൾ ഇപ്പം നമ്മൾ നേരത്തെ ഒരു പോലീസ് ഓഫീസറിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ പോലീസ് ഓഫീസർ ഭയങ്കര ഒരു ജസ്റ്റ്ഫുൾ അല്ലാത്തൊരു പോലീസ് ഓഫീസർ ആണോ എന്നുള്ളത് നമ്മൾ വാച്ച് ചെയ്യണം. വി മസ്റ്റ് വാച്ച് ദ ബ്യൂറോക്രാറ്റ് ഓൺ വൺ സൈഡ്. അതേസമയം തന്നെ വി ഷുഡ് വാൺ ഓഫ് ദ അനാർക്കിസ്റ്റ്. അപ്പോൾ കംപ്ലീറ്റ് അനാർക്കിയിലേക്ക് നമ്മൾ നയിക്കുന്ന ആളുകളെ നമ്മൾ വാൺ ഓഫ് ചെയ്യുകയും ചെയ്യണം. ഐ എം നൈദർ എ മാർക്സിസ്റ്റ് നോർ എ ടോൾസ്റ്റോയിയൻ ബട്ട് എ കോംപ്രമൈസ്. ഞാൻ ഒരു കംപ്ലീറ്റ് അനാർക്കിസ്റ്റും അല്ല, ഇയാൾ കമ്മ്യൂണിസത്തിൻ്റെ എതിരാണ് കേട്ടോ, അതാണ്. ഞാൻ മാർക്സിസ്റ്റ് അല്ല, അതേസമയം ഐ എം നോട്ട് എ ടോൾസ്റ്റോയിയൻ ഐദർ. ഞാൻ പക്ഷേ ഒരു ജുഡീഷ്യസ് കോംപ്രമൈസ് മേക്ക് ചെയ്യുന്ന ഒരാളാണ്. ഐ ഷൽ നോട്ട് പെർമിറ്റ് എനി അതോറിറ്റി ടു സേ ദാറ്റ് മൈ ചൈൽഡ് മസ്റ്റ് ഗോ ടു ദിസ് സ്കൂൾ ഓർ ദാറ്റ്. അപ്പം ആർക്കും എൻ്റെ കുഞ്ഞ് ഏത് സ്കൂളിൽ പോകണം എന്ന് പറയാനൊരു അധികാരമില്ല. ഐ വിൽ നോട്ട് പെർമിറ്റ് എനി വൺ or that shall specialize in any science or arts shall play rugger or soccer. അപ്പം എൻ്റെ കുഞ്ഞ് ഇന്ന സ്കൂളിൽ പോകണോ, അല്ലെങ്കിൽ അവൻ സയൻസ് പഠിക്കണോ, ആർട്സ് പഠിക്കണോ, അല്ലെങ്കിൽ റഗ്ഗർ കളിക്കണോ, സോക്കർ കളിക്കണോ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നോബഡി ഹാസ് എനി അതോറിറ്റി ടു സജസ്റ്റ് മീ. ദീസ് തിങ്സ് ആർ പേഴ്സണൽ. ഇതിൽ ആരുടെയും ലിബർട്ടീസ് അഫക്റ്റഡ് ആവുന്നില്ല. ഇറ്റ്സ് പ്യുവർലി മൈ ചോയ്സ് ടു ചൂസ് വാട്ട്. ബട്ട് ഇഫ് ഐ പ്രൊസീഡ് ടു സേ ദാറ്റ് മൈ ചൈൽഡ് ഷാൽ ഹാവ് നോ എഡ്യൂക്കേഷൻ അറ്റ് ഓൾ, that he shall be brought up as a primeval savage. അപ്പം അതേസമയം എനിക്കിപ്പോൾ കുഞ്ഞിനെ ഏത് സ്കൂളിൽ ചേർക്കണം എന്നുള്ള ചോയ്സ് എനിക്കാണ്. പക്ഷേ കുഞ്ഞിനെ ഞാൻ സ്കൂളിൽ ചേർക്കുന്നതേ ഇല്ല, ഓക്കെ ഞാൻ അവനെ പഠിപ്പിക്കുന്നില്ല എന്ന് തീരുമാനിക്കാനുള്ള ലിബർട്ടി എനിക്കില്ല. അതൊരു സോഷ്യൽ ഇഷ്യൂ ആണ്. ഷാൽ സ്പെഷ്യലൈസ് ഇൻ സയൻസ് വായിച്ചു. ദെൻ ഷീ ഹാസ് ബീൻ ബ്രോട്ട് അപ്പ് ആസ് എ പ്രിമീവൽ സാവൻ. അവനെ ഒരു സാവേജ് ആയിട്ട് വളർത്തിക്കൊണ്ട് വരാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമ്മുടെ മോറൽ റെസ്പോൺസിബിലിറ്റിയാണ്, സൊസൈറ്റിയുടെ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ് ദാറ്റ് എവറി ചൈൽഡ് ഗെറ്റ്സ് എ ഫോർമൽ എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. ഓർ അറ്റ് മിസ്റ്റർ ഫാഗിൻസ് അക്കാഡമി ഫോർ പിക്ക് പോക്കറ്റ്സ്. അല്ലെങ്കിൽ ഞാൻ അവനെ എവിടെയെങ്കിലും പോക്കറ്റ് അടി പഠിക്കാൻ വേണ്ടി വിടാൻ പോവാണ്. അങ്ങനെയും എനിക്ക് ഒരിക്കലും ചൂസ് ചെയ്യാൻ പറ്റില്ല. അതൊരിക്കലും എൻ്റെ ഇൻഡിവിജ്വൽ ലിബർട്ടി അല്ല. Then society will politely but firmly tell me that it has no use for primeval savages and a very stern objection to pickpockets, and that my child must have a certain minimum of education whether I like it or not. അപ്പം
സൊസൈറ്റി എന്നോട് ജനറലി പറയും എന്ത്, സൊസൈറ്റിയിൽ ഇങ്ങനെയുള്ള കള്ളന്മാർക്കും അങ്ങനെയുള്ള ഒരു പ്രിമീവൽ സാവേജ്, ഒരു എഡ്യൂക്കേഷനും കിട്ടാത്ത അങ്ങനെയുള്ള ആളുകൾക്കും ഒന്നിനെയും സൊസൈറ്റി വെൽക്കം ചെയ്യുന്നില്ല. ആൻഡ് സോ എവറി ചൈൽഡ് ഹാസ് ദ റൈറ്റ് ടു ഗെറ്റ് എ മിനിമം എഡ്യൂക്കേഷൻ ദാറ്റ് യു ഹാവ് ടു പ്രൊവൈഡ്. സ്കൂൾ ഏത് വേണം എന്നൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, അത് നിങ്ങളുടെ സ്വാതന്ത്ര്യമാണ്. പക്ഷേ യു ഡോണ്ട് ഹാവ് ദ ലിബർട്ടി ടു deny the child of any elemental education. അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല. ഐ കനോട്ട് ഹാവ് ദ ലിബർട്ടി ടു ബി എ ന്യൂസൻസ് ടു മൈ നൈബേഴ്സ്. അതേപോലെ തന്നെ എനിക്കൊരിക്കലും ഐ കനോട്ട് ടേക്ക് ദ ലിബർട്ടി ടു ബിക്കം എ ന്യൂസൻസ് ടു ഹൂഎവർ ഇസ് ലിവിങ് നിയർ ബൈ ഓർ മേക്ക് മൈ ചൈൽഡ് എ ബർഡൻ ആൻഡ് എ ഡേഞ്ചർ ടു ദ കോമൺവെൽത്ത്. അപ്പോൾ സമൂഹത്തിന് ഒരു ഭാരവും ഒരു ഡേഞ്ചറും ഒന്നും ആക്കി ഒരിക്കലും എനിക്ക് എൻ്റെ കുഞ്ഞിനെ വളർത്താൻ പറ്റില്ല. അതിനുള്ള ലിബർട്ടി എനിക്കില്ല. It is in the small matters of conduct, in the observance of the rule of the road, that we pass judgment upon ourselves and declare that we are civilized or uncivilized. ഭയങ്കര രസമാണ് കേട്ടോ ഈ ലാസ്റ്റ് പാരഗ്രാഫ് വായിക്കാൻ. അപ്പം ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലാണ്, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളിലാണ് ശരിക്കും വി ബിക്കം സിവിലൈസ്ഡ്. അല്ലാതെ വേറെ നമുക്ക് മറ്റേ വലിയ രാഷ്ട്രീയ കാര്യങ്ങളും മറ്റേ അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ആണവ കരാർ അറിയുന്നതിനകത്തൊന്നും അല്ല നമ്മൾ സിവിലൈസ്ഡ് ആകുന്നത്. ഇറ്റ് ഈസ് ഇൻ ദീസ് സ്മോൾ തിങ്സ്, ബൈ നോട്ട് ഹേർട്ടിങ് അതേഴ്സ്, ബൈ നോട്ട് ഇൻ്റർഫിയറിങ് ഇൻ ടു ദിയർ ലിബർട്ടീസ്. അതിലൊക്കെയാണ് നമ്മൾ ശരിക്കും സിവിലൈസ്ഡ് ആവുന്നത്. ദ ഗ്രേറ്റ് moments of heroism and sacrifice are rare. It is the little habits of commonplace intercourse that make up the great sum of life and sweeten or make bitter the journey. അപ്പം ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു കൊടുക്കൽ വാങ്ങലുകളിലാണ്. എന്തിൻ്റെ കൊടുക്കൽ വാങ്ങൽ? നമ്മൾ നമ്മുടെ ലിബർട്ടി വേണ്ട സ്ഥലത്ത് കേട്ടയിൽ കാര്യങ്ങളും അറിഞ്ഞ് മനസ്സിലാക്കി നമ്മുടെ ലിബർട്ടി ലിമിറ്റ് ചെയ്യുകയും മറ്റേ ആളുടെ ലിബർട്ടി എക്സസൈസ് ചെയ്യാൻ അനുവദിക്കുകയും നമ്മൾ സോഷ്യൽ അനാർക്കിയിലേക്ക് പോവാതെ നമ്മൾ വളരെ സ്വീറ്റായിട്ട് ജീവിക്കുകയും ചെയ്യുന്നതാണ് ശരിക്കും ഇസ് ദ എസൻസ് ഓഫ് ഇറ്റ്. അതാണ് നമ്മളുടെ ജേർണി സ്വീറ്റോ ബിറ്ററോ ആക്കുന്നത്. ഐ ഹോപ്പ് മൈ ഫ്രണ്ട് ഇൻ ദ റെയിൽവേ ക്യാരേജ് വിൽ റിഫ്ലക്റ്റ് ഓൺ ദിസ്. അപ്പോൾ എന്നെ ആ ബ്ലൂ ബുക്ക് വായിക്കാൻ സമ്മതിക്കാത്ത ആ ആൾ ഇതിൽ റിഫ്ലക്റ്റ് ചെയ്യും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അയാൾ എന്തെങ്കിലും മനസ്സിലാക്കും ദാറ്റ് ടു ഹാവ് സോഷ്യൽ സെൻസ് ഇസ് റിയലി ഇമ്പോർട്ടൻറ്റ്. Then he will not cease, I am sure, to explain to his neighbor where French went wrong and where the Germans went ditto. But he will do it in a way that will permit me to read my blue book undisturbed. അപ്പോൾ അയാളത് റിഫ്ലക്റ്റ് ചെയ്തു എന്ന് വെച്ചിട്ട് അയാൾ ഉടനെ ഓക്കെ ഇനി ഞാൻ ആരും സംസാരിക്കുന്നില്ല, അതിൻ്റെ പിണങ്ങിയ ട്രെയിനിലിരിക്കുകയല്ല ചെയ്യുക. അയാൾ എന്ത് ചെയ്യും? he will do whatever talk he made in the carriage in such a way that it does not disturb his co-passenger. ആ രീതിയിൽ ആ കാര്യങ്ങൾ സംസാരിക്കാൻ അയാൾ പഠിക്കും. he will have that social sense not to disturb his co-passenger. അപ്പോൾ അതാണ് അതിൻ്റെ രത്ന ചുരുക്കം. നല്ല രസമല്ലായിരുന്നോ? ഇനി നമുക്ക് നമ്മുടെ ഇതൊന്ന് നോക്കാം. ഏതാണ് പവർ പോയിൻറ്റ് PPT ഒന്നുമില്ല, നിങ്ങൾക്ക് ഈസിലി വായിക്കാവുന്നതേ ഉള്ളൂ. ഐ തിങ്ക് ഇഫ് യു വാണ്ട് വി കൻ സ്കിപ്പ് ത്രൂ ദാറ്റ് ഓൾസോ. വളരെ സിമ്പിളായിട്ടുള്ള നോട്ട്സാണ്. ഓടിച്ച് വായിക്കാം കേട്ടോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് മിണ്ടോ? യെസ്. ഡെൻവർ പഠിത്തമൊക്കെ നടക്കുന്നില്ലേ? യെസ്. Gardner here emphasizes the necessity of certain constraints on individual liberty if society is to function in a truly civilized manner. പറഞ്ഞ കാര്യങ്ങളാണ്. എവിടെയെങ്കിലും if you want explanation just tell me കേട്ടോ. Liberty is not a personal affair only but a social contract. A reasonable consideration. അപ്പം ഇങ്ങനെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ടാണ് കേട്ടോ കോട്ട് എടുത്തിട്ടത്. അതായത് ലിബർട്ടി ഇസ് നോട്ട് എ പേഴ്സണൽ അഫെയർ ഓൺലി ബട്ട് എ ഡാഷ് സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ളതാണ്. സോഷ്യൽ കോൺട്രാക്ട് എന്നുള്ള മീനിങ് വരുന്ന വേറെ പല ഫ്രേസസും തരാം. ഇഫ് ദേ വോണ്ട് ടു റിയലി മേക്ക് തിങ്സ് ടഫ് ഫോർ യു എന്നാൽ മാത്രമാണ് ESA എന്നൊക്കെ എടുത്തിട്ട് അങ്ങനെ ചോദിക്കുക. ബട്ട് ഐ ഡോണ്ട് തിങ്ക് അങ്ങനെയൊക്കെ ചോദിക്കുന്നു. ബട്ട് എന്നാലും essay വായിച്ച് ഈ ഒരു ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് അത് പോസിബിൾ ആവേണ്ടതാണ്. It's not necessary that you put a lot of effort into it. Further, Gardner wrote that in order that the liberties of all may be preserved, the liberties of everybody must be curtailed. ഞാൻ ഈ നേരത്തെ പറഞ്ഞില്ലേ ഈ മീനിങ്സ് ചോദിക്കുന്നുള്ളത്, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. ലൈക്ക് ഇങ്ങനത്തെ വളരെ സിമ്പിളായിട്ടുള്ള എസ്സേന്ന് വാട്ട് ഇസ് ദിസ് പെർട്ടിക്കുലർ വേർഡ് മീൻ എന്ന് ചോദിക്കുന്നത്. അത് ആ എസ്സേ മനസ്സിലാക്കിയവർക്ക് മാത്രമാണ് അത് എഴുതാൻ പറ്റുക. ഇപ്പം ഇൻസോളൻസ് എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് എന്താണ്, അപ്പം അത് ഒരു എസ്സേ ഒരു ഫസ്റ്റ് റീഡിങ് നടത്തിയവർക്ക് മാത്രമാണ് അത് ആൻസർ ചെയ്യാൻ പറ്റുക. അങ്ങനത്തെ കുറേ വാക്കുകൾ അതിനകത്തുണ്ട്. ഇൻറാസ് എന്താണ്
ഇറാസിബിൾ എന്നോ അങ്ങനെ കുറച്ച് വേർഡ്സ് അതിനകത്തുണ്ട്. അത് ഞാൻ വേർഡ് മീനിങ്സ് എല്ലാം പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ദെൻ ഒരു പ്രാവശ്യം എസ് ഒന്ന് വായിക്കണം. അതാണ് ഞാൻ വാട്ട് ഐ മെന്റ് ടു സേ കേട്ടോ. ഇന്ന് തന്നെ ആ എസ് ഒരു വൺ ടൈം ഒന്ന് വായിച്ചാൽ മതി. നോട്ട് ദൻ യു പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്, ഒരു ഹാഫ് ആൻ അവർ, മേ ബി 15 minutes. Freedom cannot exist in a vacuum. It must conform to some degree to a set of principles that exist to ensure that one's liberties do not infringe on others. അപ്പോൾ ഒരാളുടെ സ്വാതന്ത്ര്യം മറ്റൊരാളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്നതാവരുതെന്നുള്ളതാണ്. Now we enjoy the freedom to speak our mind, but at some point freedom of speech runs afoul of the public good. Okay, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ നമ്മളുടെ അഭിപ്രായം പറച്ചിൽ should not create chaos in the society. ഇവിടെ ആപ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ രാഹുൽ ഈശ്വറാണ്. നമ്മുടെ ശബരിമലയുടെ പ്രശ്നത്തിൻ്റെ സമയത്തൊക്കെ വി ഹാവ് സീൻ ഹിം മേക്കിംഗ് ഹിസ് ഒപ്പീനിയൻസ്, ബട്ട് വാട്ട് എവർ ഹി വാസ് ടെല്ലിങ്, ശബരിമലയിൽ സ്ത്രീകൾ കയറണം എന്ന് ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും, കയറരുത് എന്ന് ഒപ്പീനിയൻ ഉള്ളവരുണ്ടാവും. ബട്ട് ദ തിങ് ഇസ് വി ഷുഡ് നോട്ട് ക്രിയേറ്റ് സോഷ്യൽ അനാർക്കി അല്ലേ. നമ്മൾ കാര്യങ്ങൾ ആ സമയത്ത് നിന്ന് ലിമിറ്റ് ചെയ്ത് കാര്യങ്ങൾ പറയണം. രണ്ട് കൂട്ടരുടെ ഭാഗത്തും ശരിയുണ്ട്. വൺ സൈഡ് അവരുടെ ബിലീഫ് സിസ്റ്റം, വൺ സൈഡ് ലീഗാലിറ്റി, വിമൻ റൈറ്റ്സ് എല്ലാം ഉണ്ട്. പക്ഷേ വെൻ വി സ്പീക്ക് ഔട്ട് അവർ മൈൻഡ് വി ഷുഡ് ടേക്ക് കെയർ ദാറ്റ് ഇറ്റ് ഡസ് നോട്ട് ക്രിയേറ്റ് കെയോസ് ഇൻ ദ സൊസൈറ്റി. ആ സമയത്ത് അങ്ങനെ കുറേ ആളുകളുണ്ടായിരുന്നു, രാഹുൽ ഈശ്വറിനെ പോലെ തന്നെ, ഹൂ വേർ സ്പിറ്റിംഗ് വെനം. ശരിക്കും പറയുന്നത് മുഴുവൻ വിഷമാണ്. വിച്ച് യുനോ അത് കുറേ പേരെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്, കുറേ പേർക്ക് അത് ശരിയാണെന്ന് തോന്നുന്നുണ്ട്, കുറേ പേരുടെ ഉള്ളിൽ ഈ നമ്മുടെ മതബോധവും വർഗീയ ബോധവും എല്ലാം യുനോ ഇങ്ങനെ ഇൻഫ്ലെയിം ചെയ്യുന്ന തരത്തിലുള്ള ടോക്സ്. ഈവൻ നമ്മുടെ പി സി ജോർജ് ഇപ്പം നടത്തുന്നത് തന്നെയാണ്. ഹി ഹാസ് ദ ഫ്രീഡം ടു സ്പീക്ക് ഔട്ട് വാട്ട് എവർ ഹി വാണ്ട്സ്, ബട്ട് ദെൻ വാട്ട് എവർ ഹി സ്പീക്സ് ഷുഡ് നോട്ട് അഫക്റ്റ് ദ സോഷ്യൽ ഓർഡർ അല്ലേ. അപ്പം ആ സാധനം നമ്മൾ നോട്ട് ചെയ്യണം. നമ്മളുടെ ലൈഫിൽ നമുക്ക് ഉണ്ടാവേണ്ടതും ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ഡീസൻസിയാണ്. Now, Gardner offers his own illustrations to make his point, such as the role of the police officer in controlling traffic, a role that by definition imposes constraints on personal freedom. Of course, police officer ചെയ്യുന്നത് പേഴ്സണൽ ഫ്രീഡത്തിൽ കൺസ്ട്രെയിൻസ് ആണ്. പക്ഷേ നമ്മുടെ ആ ഒരു സമയത്ത് നമ്മളെ പേഴ്സണൽ ഫ്രീഡം ലിമിറ്റ് ചെയ്യുന്നത് കൊണ്ട് ദർ ഇസ് സോഷ്യൽ ഓർഡർ. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ചില സ്ഥലങ്ങളിൽ നമ്മുടെ പേഴ്സണൽ ഫ്രീഡം ലിമിറ്റ് ചെയ്യണം. Civilization can only exist when the public collectively accepts constraints on its freedom of action. അപ്പോൾ അങ്ങനെയാണ് ശരിക്കും നമ്മൾ ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിയാണ് നമുക്ക് ജീവിക്കാൻ പറ്റുക. അല്ലെങ്കിൽ എവറിത്തിങ് വിൽ ബി ഇൻ അട്ടർ കെയോസ്. നൗ ഇൻഡിവിജ്വൽ ലിബർട്ടിയും സോഷ്യൽ ലിബർട്ടിയും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഗാർഡനർ അഡ്രസ്സസ് ദ ഹാം പ്രിൻസിപ്പിൾ സെറ്റ് ഫോർത്ത് ബൈ ജെ.എസ്. മില്ലിൻ്റെ ഹാം പ്രിൻസിപ്പിൾ ഇൻ ഹിസ് സെമിനൽ 1859 എസ്സേ ഓൺ ലിബർട്ടി. ഓൺ ലിബർട്ടിയിൽ ജെ.എസ്. മില്ല് പറഞ്ഞിട്ടുള്ള അതേ കാര്യം തന്നെയാണ് ഇവിടെയും പറയുന്നത്. അത് ആ ഒരു കമ്പാരിസൺ ഒന്ന് ഡ്രോ ചെയ്ത് വെച്ചോ. മേ നോട്ട് ബി ആസ്ഡ്, എന്നാലും ചുമ്മാ. The principle is that people should be free to act as they wish, free from government interference, in so far as their actions do not harm or infringe on the liberty of others. ഇതേ ഹാം പ്രിൻസിപ്പിൾ തന്നെയാണ് നമ്മുടെ ഗാർഡനർ പറയുന്ന സാധനം. ഓക്കെ, ഈ ഒരു കണക്ഷൻ ഒന്ന് ഓർത്ത് വെച്ചോ. അപ്പം ജെ.എസ്. മില്ല് ഓൺ ലിബർട്ടി എന്ന് പറയുന്ന എസ്സേയിലാണ് ഇത് പറഞ്ഞിട്ടുള്ളത്. അതേ കാര്യം തന്നെയാണ് നമ്മുടെ ഗാർഡനറും ഇവിടെ പറയുന്നത്. ഇൻ ദ അനക്ഡോട്ട് ഓഫ് ദ ലേഡി വിത്ത് ദ ബാസ്കറ്റ് ആൻഡ് എക്സാമ്പിൾ ഓഫ് ദ ട്രാഫിക് അറ്റ് ദ ക്രൗഡഡ് ഇന്റർസെക്ഷൻ ഓഫ് പിക്കാഡിലി സർക്കസ് ഇൻ ലണ്ടൻ, Gardner is giving a concrete illustration of how liberty is simultaneously social and individual. ഒരേ സമയം ലിബർട്ടി എങ്ങനെയാണ് സോഷ്യൽ ആവുന്നത്, അത് ഇൻഡിവിജ്വൽ ആവുന്നത്, ഈ രണ്ടിൻ്റെ ഒരു ഫൈൻ ബാലൻസ് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ള കാര്യമാണ് നമ്മുടെ ഗാർഡനർ പറയുന്നത്. ഇൻഡിവിജ്വൽ ലിബർട്ടി റെഫേഴ്സ് ടു അവർ ഫ്രീഡം ടു ഡു വാട്ട് വി വിഷ് വെൻ ഇറ്റ് ഡസ് നോട്ട് ഇംപിഞ്ച് ഓൺ ദ ലിബർട്ടീസ് ഓഫ് അതേഴ്സ് ഓർ ഹാം അതേഴ്സ്. അപ്പം തിങ്സ് ആർ ക്ലിയർ. അതുകൊണ്ട് വേഗം വായിച്ചു പോകണം കേട്ടോ. നമ്മൾ ഇത്രയും നേരം പറഞ്ഞ കാര്യം തന്നെയാണ്. One is free to entertain oneself by hitting the interior walls with a sledgehammer or a spray paint obscenities on the house one owns. അപ്പോൾ നമുക്ക് നമ്മുടെ വീടിനകത്ത് എന്തും ചെയ്യാം. ദിസ് ഇസ് എ മാറ്റർ ഓഫ് ഇൻഡിവിജ്വൽ ലിബർട്ടി. ഹൗവർ ഡിഫേസിങ് പബ്ലിക് പ്രോപ്പർട്ടി ഹാംസ് ടാക്സ് പേയേഴ്സ്. അപ്പം നമ്മൾക്ക് നമ്മുടെ വീടിൻ്റെ അകത്തെ പെയിൻറ് ഇങ്ങനെ മാറ്റാം, അവിടെ നമ്മൾ ഇടിച്ച് ഇങ്ങനെയൊക്കെ ആക്കി വെക്കാം. പക്ഷേ ഇതേപോലെ നമ്മൾ പോയിട്ടൊരു എന്താണ് ഒരു റോഡ് സൈഡിലുള്ള ഒരു നമ്മളെ പാളയം അണ്ടർപാസിൻ്റെ അകത്ത് പോയിട്ട് നമ്മളിത് ചെയ്താൽ ഇറ്റ്സ് നോട്ട് ഫെയർ. ഓക്കെ, ഫോർ ദോസ് ആർ ഔട്ട് ഓഫ് സൗത്ത് കേരള, പാളയം അണ്ടർപാസ് ഇസ് എ വെരി ഫേമസ് പ്ലേസ് ഇൻ ട്രിവാൻഡ്രം. ഓക്കെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വാൾസ് ഒക്കെ അത്രയ്ക്ക് മനോഹരമായിട്ട് ഗവൺമെൻറ് അത്രയും പൈസ ഇൻവെസ്റ്റ് ചെയ്ത് പെയിൻറ്റ് ചെയ്തിട്ടുള്ള സ്ഥലങ്ങളാണ് പാളയം, ആ ഏരിയയിലൊക്കെ ഉള്ള വാൾസ്. തിരുവനന്തപുരത്തൊന്ന് വന്നു കഴിയുമ്പോഴേക്കും യു ക്യാൻ സീ ഹൗ ബ്യൂട്ടിഫുള്ളി ദേ ഹാവ് മെയ്ഡ് ഓൾ ദീസ് കൈൻഡ് ഓഫ് പെയിൻറ്റിങ്സ്. അപ്പം നമ്മുടെ വീട്ടിനകത്ത് നമ്മുടെ ഇഷ്ടത്തിന് പെയിൻറ്റ് ചെയ്യും. അതേസമയം ഒരു പബ്ലിക് പ്രോപ്പർട്ടിയിലെ പെയിൻറ്റിങ് പോയിട്ട് നമ്മൾക്ക് മാറ്റാനുള്ള ലിബർട്ടി ഇല്ല. സോ ഇറ്റ് ബിക്കംസ് എൻ ഇഷ്യൂ ഓഫ് സോഷ്യൽ ലിബർട്ടി.
ഈ എക്സാമ്പിൾ ഗാർഡനറിൻ്റെ എക്സാമ്പിൾ അല്ല കേട്ടോ. ഐ റെഡ് ത്രൂ സംവെയർ ആൻഡ് ഐ ജസ്റ്റ് കട്ട് ആൻഡ് പേസ്റ്റ് ദാറ്റ് തിങ് കേട്ടോ. അപ്പം ഇത് ഡോണ്ട് കൺഫ്യൂസ് ഇറ്റ് വിത്ത് ഈ എക്സാമ്പിൾ എവിടെ ഉണ്ടെന്ന് വിചാരിക്കുന്നത് ഗാർഡനറിൻ്റെ എക്സാമ്പിൾ അല്ല കേട്ടോ. ആൻഡ് ഗാർഡനേഴ്സ് പോയിന്റ് കൺസേണിങ് സോഷ്യൽ ലിബർട്ടി ഈസ് ദാറ്റ് people give up a small amount of individual liberty in order to preserve collective liberty. കുറച്ച് നമ്മൾ നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഒന്ന് മാറ്റി വെക്കണം സോ ദാറ്റ് ദ കളക്റ്റീവ് സോഷ്യൽ ലിബർട്ടി മേ ബി പ്രിസർവ്ഡ്. People agree to obey traffic laws, ceding one set of liberties to society as a whole in order to maximize the liberty of all to drive in a safe and efficient fashion. അപ്പം നമ്മൾ എന്തുകൊണ്ടാണ് ട്രാഫിക് ലോസ് ഒബേ ചെയ്യുന്നത്? നമ്മൾ ചിലപ്പോൾ രാത്രിയൊക്കെ നമ്മൾ ഭയങ്കര സ്പീഡിൽ വരുമ്പോൾ റെഡ് ലൈറ്റ് ഉണ്ടാവും. അപ്പം നമ്മൾ ആലോചിക്കും, ക്ഷണ ഒറ്റ വണ്ടി പോലും ഈ റോഡിൽ കൂടെ പോകുന്നില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് അവിടെ നിർത്തിയിടുന്നതെന്ന് ആലോചിക്കും. പക്ഷേ സംടൈംസ് ഒരു വണ്ടി വരാമല്ലോ. അപ്പം നമ്മൾ ഒരു എഫക്റ്റീവായിട്ട് എല്ലാവരും സേഫായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ട്രാഫിക് ലോസ് ഒബേ ചെയ്യേണ്ട ആവശ്യം. Now, we give up our freedom to steal or murder to have the freedom not to be stolen from or murdered. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാൻ വേറെ നോട്ട് നോക്കിയപ്പം ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ് ഇസ് കോംപ്ലിക്കേറ്റിംഗ് യു ഫർദർ. ഞാൻ വേറെ എവിടേക്കോ സെർച്ച് ചെയ്തിട്ട് കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് എക്സൈറ്റിംഗ് ആയിട്ട് തോന്നിയത് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഈവൻ റീഡിങ് ഓൾ ദിസ് ഇസ് നോട്ട് നെസസറി വൺസ് വി ഹാവ് ഫിനിഷ്ഡ് റീഡിങ് ദ എസ്സേ. എന്നാലും ചുമ്മാ വായിച്ചു. പിന്നെ എനിക്ക് നോട്ട്സ് ഉണ്ടാക്കിയപ്പോൾ എനിക്കൊരു ഫീലിംഗ് ഉണ്ടായി, വാട്ട് ഇഫ് ഐ മേ നോട്ട് ബി ഏബിൾ ടു ടേക്ക് ദി ക്ലാസ് ഫോർ യു. അപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ മനസ്സിലാകാൻ വേണ്ടി കുറച്ച് എക്സാമ്പിൾസൊക്കെ അങ്ങനെ ജോട്ട് ഡൗൺ ചെയ്തതാണ്. അപ്പം നമുക്ക് ഇപ്പം ഒരാളെ കൊല്ലാനോ അല്ലെങ്കിൽ നമുക്ക് പോയി മോഷ്ടിക്കാനോ ഉള്ള ലിബർട്ടി ഉണ്ട്. ആ ലിബർട്ടി നമ്മൾ എക്സസൈസ് ചെയ്യാത്തത് എന്തുകൊണ്ടാണ്? നമ്മളെയും ആരും മോഷ്ടിക്കാനും അല്ലെങ്കിൽ നമ്മളെ കൊലപ്പെടുത്താൻ പാടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടീസ് മറ്റുള്ളവരെ ഹാം ചെയ്യാത്ത രീതിയിൽ റെസ്ട്രെയിൻ ചെയ്ത് വെക്കുമ്പോഴാണ് ദർ ഇസ് സോഷ്യൽ ലിബർട്ടി. The social liberties therefore are the ones that can only be guaranteed by collective agreement to cede certain individual liberties. ഈ നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടിയൊക്കെ എപ്പോഴാണ് ഉള്ളത്? വെൻ ദർ ഇസ് സോഷ്യൽ ഓർഡർ. കംപ്ലീറ്റ്ലി അനാർക്കിക് ആയിട്ടൊരു സൊസൈറ്റിയിൽ ഒരു സ്റ്റേറ്റിൽ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഒന്നും എക്സസൈസ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തേണ്ടത് നമ്മളുടെ റെസ്പോൺസിബിലിറ്റിയാണ് ആസ് സിവിലിയൻസും. Now, Gardner argues that the liberties we enjoy arise from an unspoken agreement between ourselves and all the other members of a society. അവരും തമ്മിൽ നമ്മൾ പറഞ്ഞു വെക്കാത്ത അല്ലെങ്കിൽ എഴുതപ്പെടാത്തൊരു എഗ്രിമെൻറ്റ് is always there, ഒരു understood agreement. This means that whatever liberty we have is socially determined. In other words, our individual liberties are dependent on their creation and subsequent maintenance by society. വായിച്ച് മനസ്സിലാക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. അതായത് സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാക്കാത്ത തരത്തിലുള്ള എന്ത് ലിബർട്ടിയും നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും. സമൂഹമാണ് ആക്ച്വലി ഡിറ്റർമിൻ ചെയ്യുന്നത് എന്തൊക്കെ ലിബർട്ടീസ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഇറ്റ് ഈസ് ഓൾ മെയിൻറ്റെയിൻഡ് ബൈ ദ സൊസൈറ്റി. Many thinkers in the liberal അല്ലെങ്കിൽ libertarian tradition argue as if liberty is the birthright of individuals as a right irrespective of which kind of society they inhabit. പക്ഷേ ലിബർട്ടി ഈസ് പ്രസൻറ്റഡ് ആസ് ഓൾമോസ്റ്റ് എ പ്രൈവറ്റ് മാറ്റർ അസോസിയേറ്റഡ് വിത്ത് ഇൻഡിവിജ്വൽ. അങ്ങനെയാണ് ലിബർട്ടേറിയൻസിൻ്റെ ഒക്കെ അല്ലെങ്കിൽ ഒരു ലിബറൽ ആശയം എന്ന് പറഞ്ഞാൽ അതാണ്, നമുക്ക് നമ്മുടെ കാര്യങ്ങളെല്ലാം എക്സസൈസ് ചെയ്യാം ഏത് സൊസൈറ്റിയിലാണെങ്കിലും അത് വിഷയമല്ല. പക്ഷേ എങ്ങനെയാണ് സമൂഹത്തിൻ്റെ ഒരു ഓർഡറിനെ ഒരിക്കലും എഫക്റ്റ് ചെയ്യാൻ പാടില്ല. However, Gardner challenges this libertarian idea by urging us to reflect on the fundamentally social nature of liberty. ലിബർട്ടിക്ക് എപ്പോഴും ഒരു സാമൂഹ്യ വശമുണ്ട്, ഒരു സോഷ്യൽ നേച്ചർ ലിബർട്ടിക്കുണ്ട്. ആ സോഷ്യൽ നേച്ചറിനെ നമ്മൾ എപ്പോഴും റെസ്പെക്റ്റ് ചെയ്ത് സോഷ്യൽ ലിബർട്ടിയെ പ്രിസർവ് ചെയ്താൽ മാത്രമേ ഉള്ളൂ നമുക്ക് നമ്മുടെ ഇൻഡിവിജ്വൽ ലിബർട്ടിയൊക്കെ. അല്ലാതെ കംപ്ലീറ്റ്ലി അനാർക്കിക്കായ ഒരു സമൂഹത്തിൽ എന്ത് ലിബർട്ടി ഏത് ലിബർട്ടി, അവിടെ വന്നിട്ട് ഇവൻ കൊല്ലുന്നു നമ്മൾ മോഷ്ടിക്കുന്നു ഇതെല്ലാം നടക്കുന്ന ഒരു അനാർക്കിക് സൊസൈറ്റിയിൽ ഇൻഡിവിജ്വൽ ലിബർട്ടി ഇല്ല. ഇൻഡിവിജ്വൽ ലിബർട്ടി ഈസ് പ്രസൻറ്റ് only when there is social order. Now, he argues that we only have the liberties we have as individuals because we are part of a social order in which the liberties of all can only be preserved if they are also curtailed at the same time. അപ്പം നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടീസ് എല്ലാം ഉണ്ട്. എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഇൻഡിവിജ്വൽ ലിബർട്ടീസ് കുറച്ചൊന്ന് കർട്ടെയിൽ ചെയ്യണം ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ദ സോഷ്യൽ ഓർഡർ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും പറയുന്നത് ദിസ് ഇസ് വാട്ട് ഗാർഡനർ മീൻസ് ബൈ എ റൂൾ ഓഫ് ദ റോഡ്. ടു ഇലസ്ട്രേറ്റ് ലൈക്ക് 10 മിനിറ്റ് കൂടി ആയിട്ടുണ്ട്. ദോസ് ഹു വോണ്ട് ടു ലീവ് മേ ലീവ്. ഐ വിൽ ജസ്റ്റ് റീഡ് ത്രൂ ആൻഡ് ഫിനിഷ് ആൻഡ് ലീവ് കേട്ടോ. എനിക്കൊരു സ്കൈലാർക്കിൻ്റെ തന്നെ ലൈക്ക് ഇതേപോലെ നമ്മൾ നിർത്തിപ്പോയിട്ട് ഐ കുഡിൻറ്റ് റെക്കോർഡ് യെറ്റ്. ഇന്ന് രാത്രി ചെയ്യണം. ഹോപ്പ് യു ഹാവ് ഓൾ റെഡ് ദ പോം. എന്നാലും എൻ്റെ ഒരു സമാധാനത്തിന് ഐ ഹാവ് ടു ഡു ദാറ്റ് ഓൾസോ. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ഫിനിഷ് ചെയ്തിട്ടാണ് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ദോസ് ഹു വോണ്ട് ടു ലീവ് മേ ലീവ് കേട്ടോ. To illustrate, he uses the example of policeman controlling the traffic at Piccadilly Circus. The policeman isn't a figure of tyranny.
ഹീസ് അപ്ഹോൾഡിങ് എ സോഷ്യൽ റൂൾ ദാറ്റ് അപ്ഹോൾഡ്സ് എ ലിബർട്ടീസ് ഓഫ് ആൾ. അപ്പോൾ എല്ലാവരുടെയും ലിബർട്ടീസ് നമുക്ക് എക്സസൈസ് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പോലീസ്മാൻ അവിടെ നിന്നിട്ട് നമ്മളെ ഒരു സമയത്ത് പിടിച്ചു നിർത്തുന്നത് കൊണ്ടാണ്. പോലീസ്മാൻ അവിടെ ആരെയും പിടിച്ചു നിർത്തുന്നില്ല, അയാൾ അവിടെ നോക്കുകുത്തി പോലെ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പിക്കാഡിലി സർക്കസ് എന്ന് പറയുന്ന അത്രയും ട്രാഫിക്കുള്ളൊരു സ്ഥലം കടന്നു പോകാൻ പറ്റില്ല. അതാണ് ഈ എഴുതിയിരിക്കുന്നത്, അത് വായിച്ചോളൂ. ആൻഡ് ഗാർഡിനർ ആർഗ്യൂസ് ദാറ്റ് ലിബർട്ടി ഈസ് പാർട്ട് ഓഫ് എ സോഷ്യൽ കോൺട്രാക്ട്, a kind of unwritten agreement that each and every one of us enters into every day. Yeah. Liberty, as Gardner understands it, can only truly exist and be maintained at the social level. ക്ലിയർ അല്ലേ അത്? അതായത് ഇൻഡിവിജ്വൽ ലിബർട്ടി എപ്പോഴും ഉണ്ട്, പക്ഷേ അത് എക്സിസ്റ്റ് ചെയ്യുന്നതും നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റുന്നതും ഒക്കെ ഒരു സോഷ്യൽ ലെവലിലാണ്. Otherwise, we won't have a society to speak of, but rather a collection of individuals, each doing their own things irrespective of the harm it can cause to others. അല്ലെങ്കിൽ നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടീസ് ഉള്ള ഒരു സമൂഹം എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റില്ല. എല്ലാവരും എന്തൊക്കെയോ ചെയ്യുന്നു, അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു, മറ്റുള്ളവരെ കണക്കിലെടുക്കുന്നില്ല, ഈച്ച് അതർ ഹാം ചെയ്യുന്നു. അവിടെ ഇൻഡിവിജ്വൽ ലിബർട്ടി ഇല്ല ആക്ച്വലി, അല്ലെങ്കിൽ അവിടെ അനാർക്കി മാത്രമാണുള്ളത്. നമുക്ക് ഇൻഡിവിജ്വൽ ലിബർട്ടീസ് എല്ലാം ഉള്ളത് വെൻ ദെയർ ഇസ് ഒരു ഓർഡർലി ആയിട്ടുള്ളൊരു സൊസൈറ്റി ഉള്ളപ്പോഴാണ്. ഐ തിങ്ക് ദാറ്റ്സ് ഇറ്റ്. യെസ്, അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. നോട്ട്സ് വായിച്ചത് കുറച്ച് സ്പീഡിലാണ്, ബട്ട് ദെൻ എസ്സേ ഐ തിങ്ക് ഐ ഹാവ് ടേക്കൺ ഇറ്റ് വെൽ ഇനഫ്. ഇനി നമുക്ക് എന്തൊക്കെയാണ് തീരാനുള്ളത്, എന്തൊക്കെയാണ് ചെയ്യാനുള്ളതെന്നൊന്ന് ഞാൻ ഈ ടെക്സ്റ്റും കൂടി, അതായത് നമ്മൾ ഓൺ ദ റൂൾ ഓഫ് ദ റോഡിൻ്റെ ടെക്സ്റ്റ് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ക്ലാസ് റൂമിൽ. ദാറ്റ് ഐ വിൽ ഡു. എനിക്ക് രണ്ട് ഡൗട്ട് ചോദിച്ചോട്ടെ. ഇതിൽ എന്തെങ്കിലും ഫ്രഞ്ചും ജർമ്മൻ ഡിറ്റോ എന്നും പറയുന്നില്ല, അതിൽ എന്തെങ്കിലും ഇമ്പോർട്ടൻസ്? അയ്യോ, എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല. ഫ്രഞ്ചും ലാസ്റ്റ് ഇതിന്റെ എൻഡ് പാരഗ്രാഫിലില്ല, ഫ്രഞ്ചും പിന്നെ ജർമ്മൻ ഡിറ്റോ എന്നും പറയുന്നില്ലേ? കുറെ കൺട്രീസിന്റെ പേര് പറയുന്നല്ലേ, പ്രഷ്യ അങ്ങനെയൊക്കെ. അത് ഈ വാർ നടക്കുന്ന സമയത്താണ് ഇത് എഴുതിയിരിക്കുന്നത്. പുള്ളിയുടെ ടൈം പീരീഡ് തന്നെ നോക്കിയാൽ അറിയാലോ. ഫുള്ള് യുദ്ധത്തിൻ്റെ സമയത്താണ് പുള്ളി ഇതൊക്കെ എഴുതുന്നത്. അപ്പോൾ ആ വാറിൻ്റെ റെഫറൻസുകളാണത്, അതായത് ഓരോ രാജ്യങ്ങളുടെയും അങ്ങോട്ടും ഇങ്ങോട്ടുള്ള കാര്യം. അപ്പോൾ അതിൽ പുള്ളി ഏത് രാജ്യത്തിൻ്റെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നു, അത്തരം കാര്യങ്ങളാണ്. ഐ ഇൻറ്റൻഷനലി അവോയ്ഡഡ് ഇറ്റ് ബിക്കോസ് ഐ ഡിഡ്ന്റ് വാണ്ട് ടു കോംപ്ലിക്കേറ്റ് ദ ഹോൾ തിങ്. അതുകൊണ്ടാണ് ഞാൻ അതിനെക്കുറിച്ച് അധികം പറയാതിരുന്നത്. അപ്പം തന്നെ അതിനത്ര വലിയൊരു സിഗ്നിഫിക്കൻസ് ഒന്നും ഇല്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. It's just that it was written during a war time and അയാളുടെ ഏത് കൺട്രിയുടെ കൂടെ സ്റ്റാൻഡ് ചെയ്യുന്നു എന്നൊക്കെയുള്ള പറയുന്നതാണ്. അതായത് ജർമ്മനിയോട് അയാൾക്കുള്ള എതിരഭിപ്രായം അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ദാറ്റ്സ് നോട്ട് റിയലി അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ആരാ ചോദിച്ചത്? സാഹിത്യമാണോ? അതെ, ഓക്കെ അല്ലേ? ഇറ്റ്സ് നോട്ട് റിയലി ഇമ്പോർട്ടൻ്റ് കേട്ടോ. ഇതൊരു വാർ ടൈമിൽ എഴുതിയിട്ടുള്ളൊരു വർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അയാൾ ഏത് ഇപ്പം നമ്മളൊരു ഞാനിപ്പോൾ ഇവിടെ ഇരുന്നിട്ടൊരു എന്തെങ്കിലും എഴുതുകയാണ്, ഡെഫിനറ്റ്ലി ഇപ്പോഴത്തെ എന്തെങ്കിലും പൊളിറ്റിക്കൽ ഹാപ്പനിങ്സും കൂടെ എൻ്റെ റൈറ്റിങ്ങിൽ വരുമല്ലോ. അപ്പം അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി. ആൻഡ് ഇറ്റ് ഡസ് നോട്ട് ഹാവ് മച്ച് ടു ഡു വിത്ത് അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ കോൺസെപ്റ്റ്. സോ ഓക്കെ. പിന്നെ ഉള്ളത് എനിക്ക് ഫസ്റ്റ് പാരഗ്രാഫിൽ ഒരു സെന്റൻസ് ഉണ്ടല്ലോ, എവരിബഡി എൽസസ് വേ, അങ്ങനെ വരുന്നൊരു സെന്റൻസ്, എനിക്കത് ഒന്ന് പറയാമോ? those who want to leave may leave കേട്ടോ, ബിക്കോസ് പിള്ളേരെയൊക്കെ ഉറക്കണമായിരിക്കും, നാളെ സ്കൂളുണ്ട്. സോ ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. എവിടെ that was a jolly story which Mr. Arthur Ransom told the other day in one of his messages from Petrograd. അപ്പോൾ ഇയാളുടെ റഷ്യയിലുള്ള ഏതോ ഒരു ഫ്രണ്ട് അയാളോട് പറഞ്ഞ ഒരു ഫണി സ്റ്റോറിയാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് അങ്ങനെ പറഞ്ഞ് തുടങ്ങുന്നു. ദാറ്റ്സ് ഇറ്റ്. യു ക്ലിയർ? അതിലെ ആ ഫസ്റ്റ് പാരഗ്രാഫിലെ ലാസ്റ്റ് സെന്റൻസ് ഇല്ലേ, എവരിബഡി എൽസസ് വേ എന്ന ഒരു എവ്രിബഡി വുഡ് ബി ഗെറ്റിംഗ് ഇൻ എവ്രിബഡി എൽസസ് വേ ആൻഡ് നോബഡി വുഡ് ഗെറ്റ് എനിവെയർ. അപ്പം ഇപ്പോൾ ആ സ്ത്രീക്ക് ഇഷ്ടമുള്ള പോലെ വാക്ക് ചെയ്താൽ അതേപോലെ കാർ ഡ്രൈവർ എന്ത് ചെയ്യും, ഫുട്പാത്തിൽ കൂടി വാക്ക് ചെയ്യും. അപ്പം എല്ലാവരും എവ്രിബഡി വിൽ ബി ഗെറ്റിംഗ് ഇൻ എവ്രിബഡി എൽസസ് വേ. നമ്മൾ വേറൊരാളുടെ വഴിയിൽ കയറും, അവർ നമ്മുടെ വഴിയിൽ കയറും, ആൻഡ് ആരും എവിടെ എത്തത്തുമില്ല. ദാറ്റ്സ് നോബഡി വിൽ ഗെറ്റ് എനിവെയർ. ക്ലിയർ ഇനഫ്? ക്ലിയർ. ഇനി വേറെന്തെങ്കിലും പ്രശ്നമുണ്ടോ? വേറെന്തെങ്കിലും ജനറൽ ആയിട്ടുള്ള എന്തെങ്കിലും ടോപ്പിക് ഇനി എടുക്കാനുണ്ട്, അല്ലെങ്കിൽ ദർ ഇസ് സംതിങ് ദാറ്റ് വി ഹാവ് ടു അഡ്രസ് എന്തെങ്കിലും ഉണ്ടോ? നാളെയാണ് മോക്ക് ടെസ്റ്റ്. യെസ്,
മാം പിഗ്മാലിയൻ ഉണ്ടല്ലോ. എടുത്തിട്ടില്ലേ? പിഗ്മാലിൻ എടുത്തിട്ടില്ലേ? മാം നോട്ട്സ് മാത്രമേ ഇതിൽ തന്നിട്ടുള്ളൂ, ക്ലാസ് എടുത്തിട്ടില്ല. ഞാൻ ജിതിനിപ്പോൾ വരും, ഞാൻ ജിതിനോടൊന്ന് ചോദിക്കട്ടെ. ഈ സംവർ അറൗണ്ട് ഞാൻ ചോദിച്ചിട്ട് അയാൾ ഡെല്ലി കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ടോ? നിങ്ങൾ എന്താ എനിക്കൊന്ന് മെസ്സേജ് എങ്കിലും ചെയ്യാഞ്ഞത്? ജിതിൻ സാറിന് ഇടയ്ക്ക് മെസ്സേജ് ചെയ്തായിരുന്നു. പിഗ്മാലിൻ്റെ കാര്യം എൻ്റെ ഒരു ഓർമ്മയിൽ വാട്ട് ഹി ടോൾഡ് ഇസ് ഏതോ ഒരു ഹിസ്റ്ററിയുടെ ക്ലാസ്സിൽ എന്തോ എടുത്തിട്ടുണ്ട്, ദെൻ ഹി ഹാസ് ഗിവൻ ദ നോട്ട്സ്, അങ്ങനെ എന്തോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഞാൻ അയാൾ ആസ്ക് യു അയാൾ മെസ്സേജ് യു ടുഡേ ഇറ്റ് സെൽഫ് കേട്ടോ. നിങ്ങൾ നിങ്ങളുടേതായിട്ടൊരു ഓൺ സ്റ്റഡി നടത്തിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ വാട്ട് വി ക്യാൻ ഡു ഇസ്, നിങ്ങൾ നാളെ മോക്ക് ടെസ്റ്റ് എഴുതണ്ട, യു റൈറ്റ് ഇറ്റ് ഓൺ 10th. അപ്പം നമുക്ക് ഒരു ദിവസം ആ റിസൾട്ട് ഒന്ന് വിത്ത് ഹോൾഡ് ചെയ്ത് വെക്കാം. If Pygmalion is not at all dealt with, let me talk to him, let me ask him what the status is, and then I'll let you know. Okay ട്ടോ. വേറെ എന്തെങ്കിലും ഉണ്ടോ? നിങ്ങൾ നമ്മുടെ ഒരു ഡിവിഷൻ നോക്കാതെ PSC തന്നെ സിലബസ് എടുത്തിട്ട് ജസ്റ്റ് ഗോ ത്രൂ കേട്ടോ. കാരണം നമ്മൾ 4 പേരും മാറി മാറി പഠിപ്പിച്ചതുകൊണ്ട് വി മേ സംടൈംസ് മിസ്, നമ്മൾ വിചാരിക്കുന്നത് മറ്റേ ആൾ പഠിപ്പിച്ചിട്ടുണ്ടാവും എന്നൊക്കെ. അതുകൊണ്ട് നിങ്ങൾക്കാണ് മൊത്തത്തിലൊരു ഹോളിസ്റ്റിക് ആയിട്ടൊരു സാധനം കിട്ടിയിട്ടുള്ളത്. അപ്പം നിങ്ങൾ തന്നെ വേണം അത് നോക്കാൻ കേട്ടോ. അതേപോലെ ക്വിസസ് എല്ലാം ഓപ്പൺ അല്ലേ, എല്ലാം കിട്ടുന്നുണ്ടല്ലോ അല്ലേ? എനിക്ക് ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. ആരെങ്കിലും ഇതിൽ പറയുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. ഞാൻ ഇന്നാണ് എക്സ്ട്രീം റിവിഷൻ എന്നൊരു ക്ലാസ് റൂമില് ഇന്നാണ് അതിനകത്താണ് എക്സ്ട്രീം റിവിഷൻ സീരീസിനകത്താണ് എല്ലാം ഓപ്പൺ ആയിട്ടുള്ളത്. പഴയ നമ്മുടെ ക്ലാസ് റൂമിനകത്തുള്ളതൊക്കെ ഓൾമോസ്റ്റ് എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പം നമ്മൾ പുതിയ ഈ എക്സ്ട്രീം റിവിഷൻ എന്ന് പറയുന്ന സാധനം സ്റ്റാർട്ട് ചെയ്തപ്പം എല്ലാ ക്വിസസും അതിനകത്ത് ഫുൾ റീഓപ്പൺ ചെയ്തിട്ടുണ്ട്. അത് എക്സ്പയർ ആവത്തുമില്ല കേട്ടോ. നിങ്ങൾ ഇനി പിന്നെ എപ്പോഴെങ്കിലും സെറ്റിനോ അങ്ങനെയൊക്കെ പഠിക്കുവാണെങ്കിലും അത് നമ്മൾ പ്രീമിയം വാങ്ങിച്ചിട്ടുണ്ട്, പ്രീമിയം സാധനം പർച്ചേസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എക്സ്പയർ ആവില്ല ഇനി കേട്ടോ. ഗ്രീഷ്മ പുറത്തല്ലേ അതോ നാട്ടിലാണോ? ഗ്രീഷ്മ പുറത്ത് വർക്ക് ചെയ്യുന്ന ആളല്ലേ? ഓക്കെ. അപ്പോൾ എപ്പോഴാണ് തിരിച്ചു പോകുന്നത്? വന്നിട്ട് എക്സാം എഴുതുന്നു പോകുന്നു അല്ലേ? ഓക്കെ ഞാനും ഒരേ സ്കൂളാണ്. ഞങ്ങൾ വർക്കലയാണ് വെച്ചത്, പക്ഷെ ഞങ്ങൾക്ക് കിട്ടിയതൊക്കെ ട്രിവാൻഡ്രം അങ്ങേ അറ്റമാണ്. ഓക്കെ. അപ്പം എക്സാം എഴുതി നേരെ എയർപോർട്ടിലോട്ട് പോകാമല്ലോ, സൗകര്യമായില്ലേ? രാത്രി 1 മണിക്ക് എന്തോ. പിന്നെ വർണ്ണ എന്താണ് അവസ്ഥ? വർണ്ണയാണ് ഭയങ്കര ടെൻഷനാണെന്ന് ഇടയ്ക്കിടയ്ക്ക് മെസ്സേജ് ചെയ്യുന്ന ആൾ. ഐ സീ ദ മെസ്സേജ്. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും വിളിച്ച് സംസാരിക്കാമെന്നൊക്കെ വിചാരിക്കുമ്പോഴത്തേന് നടക്കാറില്ല. ബിസിയായിപ്പോയി, സ്കൂൾ വർക്കും മാരേജും എല്ലാം കൂടി. കല്യാണം എന്നാ? കല്യാണം 23rd.